MI ലൈഫ് സ്റ്റൈലിന്റെ ഓരോ ലെക്ചറിന്റെ എക്സ്പാൻഷൻ ആണ് പറഞ്ഞത്. MI എന്ന് പറഞ്ഞ മൗൾഡിങ് ഐഡന്റിറ്റി രൂപപ്പെടുത്തുക, സ്വത്വബോധം ഉണ്ടാക്കിയെടുക്കുക. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആണ്, MI ലൈഫ് സ്റ്റൈൽ ആണ്, ഞാനാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഓരോ ലെക്ചർ ലേണിംഗ്, I ഇന്റിമസി ആത്മബന്ധം, F ഫോർ ഫോർഗീവ്നെസ് ക്ഷമ, E ഫോർ എമ്പതി സഹാനുഭൂതി, S ഫോർ സ്മാർട്ട് വർക്ക്, T ഫോർ ട്രാവൽ യാത്ര, Y ഫോർ ഇയർ പ്ലാൻ, L ഫോർ ലിസണിങ്, E ഫോർ എൻകറേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്. നമ്മുടെ ഈ ഒരു ബിസിനസ്സിലേക്ക് ഞാൻ കടന്നു വരുന്നത് ഏകദേശം ഒരു 4 മാസങ്ങൾക്ക് മുമ്പാണ്, 4-5 മാസങ്ങൾക്ക് മുമ്പാണ്. അതിനു മുമ്പ് 6 മാസം മുമ്പ് തന്നെ ഈ ഒരു ബിസിനസിനെ കുറിച്ച് അറിഞ്ഞിട്ടുണ്ടെങ്കിലും മുൻപ് ഇത്തരത്തിലുള്ള ഒരു ബിസിനസ്സിൽ ഞാൻ പരാജയപ്പെട്ടത് കൊണ്ട് ഇതിലേക്ക് അടുക്കാൻ എൻ്റെ മനസ്സ് ഒരിക്കലും എന്നെ സമ്മതിച്ചിരുന്നില്ല. മാത്രവുമല്ല, സാധാരണ നമ്മളൊക്കെ ചെയ്യാറുള്ള ട്രഡീഷണൽ ബിസിനസ്സുകളിൽ 2-3 ബിസിനസ്സുകളിൽ ചെയ്ത് പരാജയപ്പെട്ട് സാമ്പത്തികമായി ഒരു നഷ്ടത്തിന്റെ സമയത്ത് കൂടിയാണ് ഈ ഒരു ബിസിനസ്സിനെ കുറിച്ച് കേൾക്കുന്നത്. ഒരിക്കലും ഇത് അക്സെപ്റ്റ് ചെയ്യാൻ ഞാൻ തയ്യാറായിരുന്നില്ല. എന്നിരുന്നാലും എൻ്റെ പിറകെ എൻ്റെ അപ്ലൈ ലീഡറായ താഹിർ വാഫി സാർ, അതുപോലെ ചേറൂർ സാർ, ഇവരൊക്കെ നിരന്തരം എൻ്റെ പിറകെ കൂടുകയും ഞാൻ എവിടെയാണോ ഉള്ളത് അങ്ങോട്ട് വരികയും, എത്രത്തോളം എന്ന് വെച്ചാൽ ഞാൻ വർക്ക് ചെയ്യുന്ന സ്കൂളിന്റെ സമീപത്തേക്ക് വന്ന് അവിടെ എത്തി അവർ ഫോം വിളിച്ച് ഞങ്ങൾ ഇവിടെ ഉണ്ട് എന്ന് പറയുകയും, അതുപോലെ രാത്രി സമയത്ത് മദ്രസ എടുക്കുന്ന സമയത്ത് ആ സമയത്ത് അതിനിടയിൽ വിളിച്ച് ഒരു മുൻപ് പെർമിഷൻ എടുത്ത് ആ മദ്രസയിലേക്ക്, അതിന് സമീപ പ്രദേശങ്ങളിലേക്ക് വന്ന് അവിടെ വന്ന് കാണുകയും എൻ്റെ വീട്ടിലേക്ക് വരെ വന്ന് സംസാരിക്കുകയും ചെയ്തിട്ടുണ്ട്. പക്ഷെ അപ്പോഴൊന്നും ഞാൻ പിടികൊടുത്തിട്ടില്ല. എൻ്റെ മുന്നിലുള്ളത് മുൻപ് ഇതുപോലത്തെ ഒരു ബിസിനസ്സിൽ വർക്ക് ചെയ്ത് അത്യാവശ്യം എഫേർട്ട് എടുത്ത് വർക്ക് ചെയ്തിട്ടും എനിക്ക് എവിടെ എത്താൻ സാധിച്ചിട്ടില്ല. മാത്രമല്ല അത് ലീഗലായിട്ട് പ്രശ്നങ്ങളായി അവസാനം ആ ഒരു കമ്പനി തന്നെ പൂട്ടിപ്പോവേണ്ട ഒരു അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് എത്രയായിട്ടും ഇതിനെക്കുറിച്ച് പഠിക്കണമെന്നോ ഇതിൽ വിജയ സാധ്യത ഉണ്ട് എന്ന് പോലും ഞാൻ അന്ന് ചിന്തിച്ചിട്ടില്ല. പക്ഷെ നിരന്തരം എല്ലാ ദിവസവും എൻ്റെ അപ്ലൈ ലീഡർ എന്നെ കാണുന്നുണ്ട്. താഹിർ ഓഫീസർ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ആൾ കൂടിയാണ്. അപ്പൊ അതുകൊണ്ട് നിരന്തരം ഭക്ഷണ നേരത്ത് പോലും ഇദ്ദേഹം മറ്റ് സംസാരങ്ങളൊക്കെ ഒഴിവാക്കി മൈ ലൈഫിനെ കുറിച്ച് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കും. സ്വാഭാവികമായിട്ടും ഇത് കേൾക്കാൻ ഞാൻ നിർബന്ധിതനാവുകയാണ്. രണ്ടുപേരും ഒരുമിച്ചാണ് സാധാരണ എല്ലാ ദിവസവും ഭക്ഷണം കഴിക്കുക. നിരന്തരം ഇത് കേൾക്കുമ്പോൾ ഇദ്ദേഹം മദർസ കഴിഞ്ഞ് ഫുൾ ടൈം ആയിട്ട് ഈ ഒരു വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്, ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് എന്ന് എനിക്ക് മനസ്സിലായി. പക്ഷെ അപ്പോഴും എൻ്റെ ഈ ഒരു മടി, ഒരു അനുഭവം എന്നെ പിറകോട്ട് വലിച്ചു. അപ്പോഴാണ് എനിക്ക് 30 വർഷമായിട്ടുള്ള എൻ്റെ ശ്വാസമുട്ടല്, പ്രത്യേകിച്ച് ഈ ഒരു സമയത്ത് തണുപ്പ് സമയങ്ങളിലൊക്കെ വല്ലാതെ എന്നെ അലട്ടുന്ന ഒരു അനുഭവമാണ് ഉണ്ടായിരുന്നത്. ഈ ഡിസംബർ ജനുവരി ഒക്കെ ആകുമ്പോഴേക്കും 2-3 പ്രാവശ്യമൊക്കെ ആദ്യം തുമ്മല് വരും, പിന്നെ അത് ജലദോഷം കുറച്ച് കൂടിയിട്ട് പിന്നെ ശ്വാസം എടുക്കാൻ പ്രയാസപ്പെട്ട് ശ്വാസമുട്ടലിലേക്ക് വന്ന് ക്ലാസ്സുകളൊക്കെ ലീവ് ആവുന്ന ഒരു അവസ്ഥയിലേക്ക് എത്തുകയും അവസാനം ഇഞ്ചക്ഷനിലാണ് സമാധാനം കണ്ടെത്തുന്നത്. അതിപ്പോ അവസാനം 2 വർഷമായിട്ട് അങ്ങനെയാണ്. അതിന് മുമ്പ് വരെ ഡോക്ടറെ കാണിച്ച്, ഡോക്ടർ അൽമാസ് ഹോസ്പിറ്റൽ, ഇവിടെ തൊട്ടടുത്തുള്ള കോട്ടക്കൽ അൽമാസ് ഹോസ്പിറ്റൽ കാണിച്ചപ്പോൾ അവര് പറഞ്ഞത് നിങ്ങൾ ലൈഫ് ലോങ് ആയിട്ട് ഇൻഹൈലർ ഉപയോഗിക്കണം എന്നുള്ളതാണ്. നമ്മൾ ഇൻഹൈലർ അല്ല കേട്ടോ, സാധാരണ ശ്വാസമുട്ടലിന് ഉപയോഗിക്കുന്ന ഇൻഹൈലർ ഉപയോഗിക്കണം, അതുകൊണ്ടേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതാണ്. അതിന്റെ പ്രയാസം എത്രത്തോളം ഉണ്ടായിരുന്നു എന്ന് വെച്ചാൽ, ഞാൻ കോളേജ് പഠിക്കുന്ന സമയത്ത് അവിടെ നിന്ന് പഠിക്കില്ല, മാസത്തിലാണ് ലീവ് ഉണ്ടാവുക. പക്ഷെ എനിക്ക് മാത്രം സ്പെഷ്യൽ അലവൻസ് ഉണ്ടായിരുന്നു. എല്ലാ ദിവസവും ഡെയിലി കോളേജ് പോകുന്ന പോലെ രാവിലെ 7 മണിക്ക് കോളേജിൽ പോകും, വൈകുന്നേരം ക്ലാസ് വിട്ട് തിരിച്ച് വീട്ടിലേക്ക് തന്നെ വരും. ഒരു അറബിക് കോളേജിനെ സംബന്ധിച്ച് അങ്ങനെ ഇല്ല, അവിടെ താമസിച്ച് മാസത്തിൽ മാത്രം ലീവ് ഉണ്ടാവുള്ളൂ. പക്ഷെ എനിക്ക് അവിടുത്തെ ഹോസ്റ്റൽ പരിസരവും അവിടുത്തെ കിച്ചൺ പരിസരവും ഒക്കെ എനിക്ക് അലർജി പിടികൂടുന്ന സ്ഥലങ്ങളായിരുന്നു. അപ്പൊ അതുകൊണ്ട് എനിക്ക് മാത്രം സ്പെഷ്യൽ പെർമിഷൻ ഉണ്ടായി എല്ലാ ദിവസവും പോയി വരലായിരുന്നു ഞാൻ ചെയ്തിരുന്നത്. ഇവിടെ പിന്നെ അധ്യാപന മേഖലയിലേക്ക് വന്നപ്പോഴും ആ ഒരു സ്ഥിതി തുടർന്നുകൊണ്ടിരുന്നു. ആ സമയത്ത് ഡോക്ടർ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇത് ഒഴിവാക്കാൻ പാടില്ല എന്നുള്ളതാണ്. അന്ന് ഞാൻ ഡോക്ടറോട് പറഞ്ഞത് അത് ഉപയോഗിച്ചിട്ട് എന്തായാലും ശരീരം കേടുവരുത്താൻ ഞാനില്ല, ശ്വാസം മുട്ടി മരിക്കുകയാണെങ്കിൽ മരിച്ചോട്ടെയാണ്. അത് എന്താണെന്നറിയില്ല, അന്ന് അങ്ങനെ പറയാൻ തോന്നി, അന്നങ്ങനെ പറഞ്ഞു. പിന്നീട് ഇതേപോലെ ഈ അസുഖങ്ങൾ വരുന്ന സമയത്ത് ഇഞ്ചക്ഷൻ എടുത്ത്
അത് മാറ്റലാണ് പതിവ്. ഈ ഒരു സമയത്താണ് ഈ ത്വാഹിർ ഉസ്താദ് ഇത് നിരന്തരം ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഒരു ദിവസം അദ്ദേഹം പറഞ്ഞു, നിങ്ങൾ കമ്പനിയിലേക്ക് വരുന്നും വേണ്ട, നിങ്ങൾ കമ്പനിയുടെ പ്രൊഡക്റ്റ് ഒന്ന് ഉപയോഗിച്ച് നോക്കി എന്ന് പറഞ്ഞു. അങ്ങനെയാണ് ശ്വാസമുട്ടലിനുള്ള പ്രൊഡക്റ്റുകൾ അദ്ദേഹം കൊണ്ടു വന്നത്. അത് കഫ്നിൽ, അതുപോലെ നമ്മുടെ കവചപ്രാഷ്, പിന്നെ കഫ്നിലും കവചപ്രാഷും ആന്റി അലർജിയും, ഇത് മൂന്നാണ് അദ്ദേഹം കൊണ്ടുവന്നത്. അത് 3 മാസം ഉപയോഗിക്കാൻ പറഞ്ഞു. പക്ഷെ 3 മാസം ഞാൻ ഉപയോഗിച്ചിട്ടില്ല. ഞാൻ തുടക്കത്തിൽ കൃത്യമായിട്ട് ഉപയോഗിച്ചിട്ടില്ലെങ്കിൽ ഏതാണ്ട് 2 ആഴ്ച 3 ആഴ്ചക്ക് ശേഷം കൃത്യമായിട്ട് ഉപയോഗിച്ച് ഒരു 2 മാസമാണ് ഞാൻ ഉപയോഗിച്ചത്. ആ 2 മാസം ആയപ്പോഴേക്കും എനിക്ക് അതിന്റെ റിസൾട്ട് കിട്ടി. അതിനുശേഷം ഇതുവരെ ശ്വാസമുട്ടൽ എന്ന ഒരു പ്രശ്നം എനിക്ക് ഉണ്ടായിട്ടില്ല. അതായത് 4 മാസമായിട്ട് എനിക്ക് ഈ ഒരു പ്രശ്നം ഉണ്ടായിട്ടില്ല. 4 മാസം എന്ന് പറയുമ്പോൾ ഒരു പീക്ക് ടൈമാണ് ഈ ഒരു സമയം. അതായത് ഡിസംബർ ജനുവരി എന്ന് പറയുന്നത് സ്വാഭാവികമായിട്ടും ഒരാഴ്ചയെങ്കിലും ഈ 2 മാസത്തിനുള്ളിൽ എന്റെ ക്ലാസ്സുകൾ ലീവ് ആവാറുണ്ട്. ശ്വാസമുട്ടൽ വന്ന അവസാനം ക്ലാസ്സിലേക്ക് കയറാൻ പോലും ഒന്ന് ഓടി കയറിയാൽ പിന്നെ കിതച്ച് 2 മിനിറ്റ് നേരം അവിടെ ഇരിക്കേണ്ട ഒരു അവസ്ഥ ഉണ്ടാവാറുണ്ട്. അത്തരത്തിലൊരു പ്രശ്നം ഇതുവരെ എനിക്ക് ഉണ്ടായിട്ടില്ല. അപ്പൊ ഈ ഒരു തണുപ്പ് വല്ലാതെ കൂടി ഈ ഒരു സമയത്ത് പോലും എനിക്കത് തിരിച്ചു വന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് 2 മാസം ഉപയോഗിച്ചപ്പോഴേക്കും അതിന്റെ റിസൾട്ട് ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ആ ഒരു റിസൾട്ട് കിട്ടിയത് കൊണ്ടാണ് ഞാൻ ഇതിലേക്ക് കടന്നു വന്നത്. റിസൾട്ട് കിട്ടിയപ്പോൾ സ്വാഭാവികമായിട്ടും ഞാൻ അതിനെക്കുറിച്ച് പഠിച്ചപ്പോ യൂട്യൂബ് ഉപയോഗിച്ചും, അതുപോലെ ഇന്നത്തെ ഏറ്റവും വലിയ സംവിധാനം എന്ന് പറയുന്നത് നമ്മുടെ ജെമിനി, അതുപോലെയുള്ള ചാറ്റ് GPT പോലെയുള്ള സംവിധാനങ്ങളാണല്ലോ. അതൊക്കെ ഉപയോഗിച്ച് പഠിച്ചു. 6 മാസത്തെ പഠനത്തിന് ശേഷമാണ് എനിക്കിത് ശരിക്ക് പറഞ്ഞാൽ കത്തിയത്. 2-3 പ്രാവശ്യം മലപ്പുറം GTS പങ്കെടുത്തിട്ടുണ്ടെങ്കിലും ഇതൊക്കെ മുൻപ് മറ്റൊരു പ്രോഗ്രാമിൽ പങ്കെടുത്തത് കൊണ്ട് അതൊക്കെ വെറുതെ തള്ളലാവും, ഒരു നമ്മളാളെ പിടിക്കാനുള്ള സംവിധാനമാകും എന്ന രൂപത്തിലൊക്കെയാണ് ആദ്യം ചിന്തിച്ചിരുന്നത്. പക്ഷെ പിന്നീട് ഞാൻ വയനാട്ടിൽ 3 ദിവസത്തെ പ്രോഗ്രാമിൽ പങ്കെടുത്തു. അതുപോലെ ബെല്ലിസാറിന്റെ 3-4 ക്ലാസ്സുകൾ കേൾക്കുകയും അതൊക്കെ വല്ലാത്ത ഒരു പ്രചോദനം നൽകുകയും ചെയ്തു. ശരിക്കും പറയുകയാണെങ്കിൽ 3ാമത് പങ്കെടുത്ത GTS എനിക്കിത് ശരിക്ക് മനസ്സിലേക്ക് ആഴ്ന്നിറങ്ങിയത്. 8 വർഷത്തോളമായി നിരന്തരം രാവിലെ 6 മണി മുതൽ വൈകുന്നേരം 5 മണി വരെ, ചില സമയങ്ങളിൽ രാത്രിക്ക് ശേഷം മഗ്‌രിബിന് ശേഷവും വൈകുന്നേരം ഒരു 8:30-9 മണി വരെയും വർക്ക് ചെയ്തിട്ട് പോലും, 8 വർഷം വർക്ക് ചെയ്തിട്ട് പോലും എവിടെയും എത്താൻ പറ്റാത്ത, സേവിങ് ബാലൻസ് ഒന്നും ഇല്ലാത്ത ഒരു ആള് എന്ന നിലയിൽ ബിസിനസ് മാത്രമാണ് മുന്നിലുള്ള മാർഗം എന്ന് തിരിച്ചറിഞ്ഞ് വ്യക്തി കൂടിയാണ് ഞാൻ. അത് കുറച്ച് മുമ്പേ മനസ്സിലാക്കിയതാണ്. ഒന്നുകിൽ PSC, അതല്ലെങ്കിൽ ബിസിനസ് എന്നുള്ളത്. പക്ഷെ തൊട്ട ബിസിനസ് എല്ലാം പാളിപ്പോയ ഒരവസ്ഥ കൂടിയാണ് എനിക്ക് ഉണ്ടായിരുന്നത്. ആ സമയത്താണ് ഈ ഒരു അനുഭവം ഉണ്ടായത്. അതായത് ഇതിലൂടെ റിസൾട്ട് കിട്ടി, ഇതിനെക്കുറിച്ച് പഠിച്ച് ചെയ്യണം എന്ന് തീരുമാനിച്ച് ആ തീരുമാനത്തിൽ ത്വാഹിർ സാറ് ചേർന്ന് നിന്നു, ഉമർ ഉസ്താദ് കൂടെ നിന്നു, അതുപോലെ ഇന്ന് നമ്മുടെ MC കൈകാര്യം ചെയ്യുന്ന ഹംസ സാർ ചേർന്ന് നിന്നു. അപ്പോൾ ലീഡർമാർ മുഴുവനും വേണ്ട എല്ലാ സപ്പോർട്ടും ഏത് സമയത്തും വിളിച്ചാലും ഫോൺ എടുക്കുകയും വേണ്ട നിർദ്ദേശങ്ങൾ നൽകുകയും, ഇനി അഥവാ 1-2 സമയങ്ങളിൽ എന്തെങ്കിലും പിറകോട്ട് പോകുന്ന അവസ്ഥ ഉണ്ടെങ്കിൽ അവരിങ്ങോട്ട് വിളിച്ചു വരെ വേണ്ട നിർദ്ദേശങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന രൂപത്തിലുള്ള സപ്പോർട്ട് കിട്ടിയത് കൊണ്ടാണ് ഇപ്പൊ ഞാൻ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഏതായാലും ഇനി ശക്തമായി തന്നെ മുന്നോട്ട് പോകാനാണ് എന്റെ തീരുമാനം. ഇന്ന് നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാനിപ്പോ എന്റെ അനുഭവം പറഞ്ഞതാണ്. അതിനുശേഷം ഞാൻ കൊടുത്ത പ്രൊഡക്റ്റുകൾക്ക് റിസൾട്ടുകൾ, എല്ലാ പ്രൊഡക്റ്റുകൾക്കും റിസൾട്ട് കിട്ടി എന്ന് തന്നെ പറയാം. ആയുഹീല് ഈ ഒരു തണുപ്പ് സമയം ആയതുകൊണ്ട് ആയുഹീല്, അതുപോലെ ഇൻഹൈലർ കൊടുത്തു. ഇവർക്കൊക്കെ ഒരാഴ്ചക്കുള്ളിൽ തന്നെ അതിന്റെ റിസൾട്ടുകളൊക്കെ കാണാറുണ്ട്. അതുപോലെ കവചപ്രാഷ് കൊടുത്തവർക്ക് റിസൾട്ടുകളുണ്ട്. പൈൽസ് കൊടുത്ത് അതിന്റെ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഒരുവിധം എല്ലാ പ്രൊഡക്റ്റുകൾക്കും നല്ല റിസൾട്ടുകളാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നത്. ഇത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഒരു ഊർജം തന്നെയാണ്. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റിന് റിസൾട്ട് ഉണ്ട്. ആ പ്രൊഡക്റ്റ് ഉപയോഗിച്ച ആളുകൾ അവരുടെ ശരീരാരോഗ്യം തിരിച്ചു പിടിക്കുന്നു എന്നുള്ളത് നമുക്ക് മുന്നോട്ട് പോകാനുള്ള ഏറ്റവും വലിയ പ്രചോദനമാണ്. നമ്മൾ കളിയാക്കലുകളും ഒറ്റപ്പെടുത്തലുകളും കുറ്റപ്പെടുത്തലുകളും ഇകഴ്ത്തലുകളും ഒക്കെ ഒരു ഭാഗത്തിലൂടെ നമ്മൾ കൂടെ വരുമ്പോഴും നമുക്ക് കിട്ടുന്ന ഒരു ആശ്വാസമുണ്ട്, മനസ്സിന് കിട്ടുന്ന ഒരു ആശ്വാസം. നമ്മൾ കൊടുക്കുന്ന പ്രൊഡക്റ്റ് 200 രൂപയുടേതാണെങ്കിലും 172 രൂപയുടേതാണെങ്കിലും അത് ഉപയോഗിച്ചിട്ട് ഒരാൾക്ക് റിസൾട്ട് കിട്ടി എന്ന് പറയുമ്പോൾ അത് നമുക്ക് നൽകുന്ന ഒരു ആനന്ദം, ഒരു ആത്മവിശ്വാസം, അത് പറഞ്ഞറിയിക്കാൻ
കഴിയാത്ത ഒന്നാണ്, നമുക്ക് എല്ലാവർക്കും അനുഭവിച്ചതാണല്ലോ. അതുകൊണ്ടാണ് നമ്മൾ മുന്നോട്ട് പോകുന്നതും ആ റിസൾട്ട് കിട്ടുന്നത് കൊണ്ട്. അപ്പൊ ഏതായാലും ഇന്ന് നിങ്ങളോട് സംവദിക്കാൻ ഉദ്ദേശിക്കുന്നത് MI ലൈഫ് സ്റ്റൈൽ എന്ന നമ്മുടെ ടാഗ് ലൈൻ, നമ്മുടെ ബിസിനസിന്റെ നാമം, അതിന്റെ ഓരോ അക്ഷരങ്ങളെ കുറിച്ചും എന്റേതായ ഒരു ലെറ്റർ എക്സ്പാൻഷൻ ആണ് ഞാൻ ഉദ്ദേശിക്കുന്നത്. തെറ്റുകൾ ഉണ്ടാവും, ചിലപ്പോ അപാകതകൾ ഉണ്ടാവും, തുടക്കക്കാരനാണ്. എന്നിരുന്നാലും തെറ്റുകൾ ഉണ്ടെങ്കിൽ നിങ്ങൾ ലീഡർമാരെല്ലാവരും ഇതിലുണ്ട്, സൂചിപ്പിക്കണമെന്ന് ആമുഖമായി നിങ്ങളോട് സൂചിപ്പിക്കുകയാണ്. ഏതായാലും M എന്ന ലെറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത് മൗൾഡിങ്, I എന്ന ലെറ്റർ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഐഡന്റിറ്റി. മൗൾഡ് ഐഡന്റിറ്റി, MI, മൗൾഡിങ് ഐഡന്റിറ്റി, ഐഡന്റിറ്റി രൂപീകരണം. ഐഡന്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ സ്വത്വബോധം, ഞാൻ ആരാണ് എന്ന എന്നെ കുറിച്ചുള്ള എന്റെ തന്നെ തീരുമാനത്തെ രൂപപ്പെടുത്തുക. മൗൾഡിങ്, MI, മൗൾഡിങ് ഐഡന്റിറ്റി, സ്വത്വത്തെ രൂപപ്പെടുത്തുക എന്നുള്ളതാണ് MI, ഈ രണ്ട് ലെറ്റർ കൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഈ സ്വത്വത്തെ രൂപപ്പെടുത്തുക, എന്റെ വ്യക്തിത്വത്തെ രൂപപ്പെടുത്തുക എന്നുള്ളത് ഇനി പറയുന്ന ലൈഫ് സ്റ്റൈലിലെ ഓരോ ലെറ്ററുമായി ബന്ധപ്പെട്ടാണ്. എന്റെ സ്വത്വത്തെ ഞാൻ രൂപപ്പെടുത്തുന്നത് ഇനി പറയുന്ന LIFESTYLE ഈ ലെറ്ററിന്റെ എക്സ്പാൻഷനിലൂടെയാണ് എന്റെ സ്വത്വത്തെ ഞാൻ രൂപപ്പെടുത്തുന്നത്. എന്റെ സ്വത്വം എന്ന് പറയുമ്പോൾ ഞാൻ നിലനിൽക്കുന്നത് ഇപ്പോ MI ലൈഫ് സ്റ്റൈലിലാണ്, മൈ ലൈഫിലാണ്. ഇപ്പൊ എന്റെ സ്വത്വബോധം എന്റെ ഈ ഒരു ബിസിനസ്സാണ്. അപ്പൊ അതിന് എന്നെ സഹായിക്കുന്ന ഓരോ ലെറ്ററുകളാണ് ലൈഫ് സ്റ്റൈലിലെ ഓരോ ലെറ്റേഴ്സുകളും. ഫസ്റ്റ് ലെറ്റർ L എന്നുള്ളതാണ്. ലൈഫ് സ്റ്റൈലിലെ ഫസ്റ്റ് ലെറ്റർ L. L കൊണ്ട് ഉദ്ദേശിക്കുന്നത് ലേണിംഗ് ആണ്. ലേണിംഗ്, പഠനം. ലേണിംഗ്, പഠനമില്ലാതെ ഒരിക്കലും നമുക്ക് ഈ ഒരു ബിസിനസ്സിൽ മുന്നോട്ട് പോകാൻ കഴിയില്ല. പഠനമാണ് നമ്മുടെ ജീവിതം, തുടക്കം മുതൽ മരണം വരെ പഠനമാണല്ലോ. പ്രത്യേകിച്ച് ഈ ഒരു ബിസിനസ്സിൽ നമ്മൾക്ക് ഇറങ്ങിയത് മുതൽ മുന്നോട്ടുള്ളത് മുഴുവൻ പഠനമാണ്. ഓരോ അനുഭവങ്ങളും നമ്മുടെ മുന്നിലുള്ള പഠനമാണ്. ഒരു പ്രൊഡക്റ്റ് നമ്മൾ കൊടുത്തു, റിസൾട്ട് കിട്ടിയാൽ അതൊരു പഠനമാണ്. അവരോട് നമ്മൾ എങ്ങനെ ഉപയോഗിക്കാനാണോ പറഞ്ഞത്, അവർ ആ രൂപത്തിൽ ഉപയോഗിച്ചപ്പോൾ അവർക്ക് റിസൾട്ട് കിട്ടി, ഒരു പഠനമാണ്. നേരെ മറിച്ച് അവർ കൊടുത്തപ്പോൾ അവരത് പറഞ്ഞ രൂപത്തിൽ അവർ ഉപയോഗിച്ചില്ലെങ്കിൽ അതും ഒരു പഠനമാണ്. ഇങ്ങനെ ഉപയോഗിച്ചാൽ റിസൾട്ട് കിട്ടില്ല എന്നുള്ളതും പഠനമാണ്. അപ്പൊ ആ രൂപത്തിൽ ഓരോ പ്രൊഡക്റ്റ് കൊടുക്കുമ്പോഴും നമുക്ക് പഠിക്കാൻ സാധിക്കുന്നു. അതുപോലെ ലീഡേഴ്സിൽ നിന്നുള്ള പഠനം ഒരുപാട് നമുക്ക് കേട്ട് മനസ്സിലാക്കാനുള്ള അറിവുകളും അനുഭവങ്ങളും നമുക്ക് ലഭിക്കുന്നു എന്നുള്ളതാണ് L കൊണ്ട് ഉദ്ദേശിക്കുന്നത്, ലേണിംഗ്, പഠനം എന്നുള്ളത്. അപ്പോ എന്റെ ഐഡന്റിറ്റി രൂപീകരണത്തിൽ പഠനം എന്നുള്ളത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. അതാണ് L ഫോർ ലേണിംഗ്. സെക്കൻഡ് ലെറ്റർ ആണ് I, ഇന്റിമസി എന്നാണ് I കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇന്റിമസി, ഇന്റിമസി എന്ന് പറഞ്ഞാല് അടുത്ത ബന്ധം. നമ്മൾ ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയാറുണ്ട്. തൊട്ടടുത്ത സുഹൃത്തിനാണ് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയാം. ഫ്രണ്ടിനപ്പുറത്താണ് ഇന്റിമേറ്റ് ഫ്രണ്ട്. അതായത് വളരെ അടുത്തൊരു ബന്ധം കാത്തു സൂക്ഷിക്കുന്ന ആൾക്കാണ് ഇന്റിമേറ്റ് ഫ്രണ്ട് എന്ന് പറയാം. അപ്പൊ ഈ ഒരു ബിസിനസ് നമുക്ക് ഇന്റിമസിയാണ്, അതായത് ഒരു ആത്മബന്ധമുള്ള ഒന്നാണ് ഈ ഒരു ബിസിനസ് എന്ന് പറയുന്നത്. ബന്ധം മാത്രമല്ല, ആത്മബന്ധമാണ്. കാരണം ഇനി ഇവിടെ നിന്ന് അങ്ങോട്ട് നമ്മൾ നയിക്കുന്നത് ഈ ഒരു ബിസിനസ്സാണ്. ആത്മാർത്ഥമായി നമ്മുടെ മനസ്സിലേക്ക് നമ്മൾ ചേർത്ത് വെക്കുമ്പോൾ ആ ഒരു ഇന്റിമസി ഈ ബിസിനസ്സുമായിട്ട് കൂട്ടിയിണക്കാൻ നമുക്ക് കഴിയും. വല്ലാത്തൊരു ബന്ധം ബിസിനസ്സിലേക്ക് ഉണ്ടാകും. മാത്രമല്ല, ഈ ബിസിനസ്സുമായി നമുക്കൊരു ഇന്റിമസി ഉണ്ടാകുമ്പോൾ തന്നെ ഈ ബിസിനസ്സിലേക്ക് നമ്മൾ ആളുകളെ കൊണ്ടുവരുന്നതും ഈ ഇന്റിമസിലൂടെയാണ്, ഒരു ആത്മബന്ധത്തിലൂടെയാണ് നമ്മൾ കൊണ്ടുവരുന്നത്. കാരണം ഒരാൾ ബിസിനസ്സിലേക്ക് കടന്നു വന്ന് അയാൾക്ക് 450 രൂപയോ അതിന് മുകളിലേക്കോ വരുമാനം കിട്ടുന്നുണ്ടെങ്കിൽ ആ ഒരു ബന്ധം ദൃഢപ്പെടുന്നുണ്ട് അവിടെ. ഞാൻ ഒരു പ്രൊഡക്റ്റ് കൊടുത്ത് വർഷങ്ങളായിട്ടോ അതിൽ പെട്ടെന്നോ ഉണ്ടായ ഒരു ശാരീരിക പ്രയാസം മാറുമ്പോൾ അവിടെ നമുക്ക് തമ്മിൽ ഒരു ബന്ധം ഉണ്ടാവുന്നുണ്ട്. മുൻപുള്ള പോലെയുള്ള ബന്ധമല്ല, അതാണ് ഇന്റിമസി കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു ആത്മബന്ധം അവിടെ ഉണ്ടാവുന്നുണ്ട്. അപ്പോ എന്റെ ഐഡന്റിറ്റി രൂപീകരണത്തിൽ, മൗൾഡിംഗ് ഐഡന്റിറ്റിയിൽ I ഫോർ ഇന്റിമസി, ഒരു ആത്മബന്ധം, അടുത്ത ബന്ധം ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ ബിസിനസ് എന്നുള്ളതാണ്. മൂന്നാമത്തെ ലെറ്റർ ആണ് F. F ഫോർ ഫോർഗീവ്നെസ്. ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞാൽ ക്ഷമിക്കുക എന്നുള്ളതാണ്. യഥാർത്ഥത്തിൽ ക്ഷമയെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കും അറിയാം. ക്ഷമിക്കണം, ക്ഷമിച്ചാലേ നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ എന്നുള്ളതൊക്കെ അറിയാം. പക്ഷെ എങ്ങനെയാണ് ക്ഷമിക്കേണ്ടത് എന്ന് കാണിച്ചു തരുന്ന ഏറ്റവും നല്ല പ്ലാറ്റ്ഫോമാണ് നമ്മുടെ ഈ ബിസിനസ് എന്ന് പറയുന്നത്. ഒരാളെ പിറകെ എത്ര സമയം വേണമെങ്കിലും നമുക്ക് പിറകെ നടക്കേണ്ടി വരും ബിസിനസ്സിലേക്ക് കൊണ്ടുവരാൻ. അവിടെ നമുക്ക് ക്ഷമിച്ചേ പറ്റൂ. ക്ഷമിക്കാതെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരാളെ പിറകെ ഒരു ദിവസം നടന്നു, അവനെ കിട്ടുന്നില്ല എന്ന് കണ്ട് നമ്മൾ ഒഴിവാക്കാൻ പറ്റില്ല. ക്ഷമിച്ച് വീണ്ടും അയാളെ കൂടെ നമ്മൾ പോകണം.
അത് ഫേസ് ടു ഫേസ് ആയിട്ടുള്ള സിറ്റിങ്ങുകളാവട്ടെ, ഫോൺ കോളിലൂടെ ആവട്ടെ, ഏതല്ലെങ്കിൽ വാട്സപ്പിലൂടെ ആവട്ടെ, ഏത് രൂപത്തിലൂടെയാണെങ്കിലും നിരന്തരമായ ഒരു ഫോളോ അപ്പ് നമ്മുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമ്പോൾ അതിന് മറുവശമാണ് ഫോർഗീവ്നെസ് എന്ന് പറയുന്നത്. അതായത് ക്ഷമിക്കാനുള്ള ഒരു ടെൻഡൻസി നമ്മൾ സ്വയം ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത്. ക്ഷമിച്ചാലേ മുന്നോട്ട് പോകാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റുള്ള ആളുകൾ ഈ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ തീർച്ചയായും നമ്മുടെ ഫസ്റ്റ് ഘട്ടങ്ങളിലൊക്കെ ഒരുപാട് നെഗറ്റീവുകളാണ് നമുക്ക് കിട്ടുക. ആ നെഗറ്റീവുകൾ, നീ ഇപ്പൊ ഡോക്ടറാണോ, നീ ഇപ്പൊ ഇതിലേക്ക് ഇറങ്ങിയോ, അതുപോലെ ഇപ്പൊ ആൾക്കാരെ നന്നാക്കാൻ നടക്കുകയാണോ, മണി ചെയിനിലാണോ, ഇങ്ങനെയുള്ള ഒരുപാട് നെഗറ്റീവുകൾ കിട്ടുമ്പോൾ അവിടെയൊക്കെ നമുക്ക് ക്ഷമിക്കാൻ പറ്റണം. ഒന്നിങ്ങോട്ട് പറയുമ്പോഴേക്കും തിരിച്ചങ്ങോട്ട് നമ്മൾ ചാടിക്കയറി സംസാരിക്കുകയും അവരെ നമ്മുടെ കൈപ്പിടിയിൽ ഒതുക്കുകയും അതല്ലെങ്കിൽ നമ്മൾ ചൂടായിക്കൊണ്ട് അവരെ താഴ്ത്തിക്കെട്ടാൻ നിൽക്കുകയും ചെയ്യുന്നതല്ല നമ്മുടെ വിജയം. അവിടെ നമ്മൾ ഫോർഗീവ്നെസ് ഉള്ളവരാവണം, ക്ഷമിക്കുന്നവരാവണം. ആ ക്ഷമിക്കാനുള്ള മനസ്സുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കിയ പോലെയല്ല ഇത് എന്ന് പറഞ്ഞ് ഒന്ന് തിരുത്തി കൊടുക്കാൻ, ക്ഷമിച്ചുകൊണ്ട് ഒന്ന് താഴ്ന്നു കൊടുത്തുകൊണ്ട്, എത്രത്തോളം താഴ്ന്നുവോ അത്രത്തോളം നമുക്ക് ഉയരാൻ കഴിയുന്നതാണല്ലോ. കിണർ എത്രത്തോളം ആഴത്തിൽ നമ്മൾ കുഴിക്കുന്നുവോ അത്രത്തോളം ശുദ്ധമായ വെള്ളം നമുക്ക് കിട്ടുന്ന. അപ്പൊ അതുപോലെ എത്രത്തോളം നമുക്ക് താഴ്ന്നു കൊടുത്ത് ക്ഷമിച്ചു മുന്നോട്ട് പോകാൻ പറ്റുന്നുവോ അത്രത്തോളം നമുക്ക് ഉയരാൻ കഴിയും എന്നുള്ളതാണ് ഈ ബിസിനസ്സും ഫോർഗീവ്നെസ്സും തമ്മിലുള്ള ബന്ധം. അപ്പോ എല്ലും ഐയും എഫും പറഞ്ഞു. ഇനി നെക്സ്റ്റ് ലെക്ചർ ആണ് എമ്പതി. ഇ ഫോർ എമ്പതി, EMPATHY, എമ്പതി. സഹാനുഭൂതി എന്നാണ് വാക്കിന്റെ അർത്ഥം. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ സഹാനുഭൂതി. ശരിക്ക് രണ്ട് രൂപത്തിലുള്ള സ്നേഹത്തിന്റെ ഘട്ടങ്ങളാണ്, രൂപങ്ങളാണ് സിമ്പതി, എമ്പതി എന്ന് പറയാം. സിമ്പതി എന്നും പറയാറുണ്ട്, എമ്പതി എന്നും പറയാറുണ്ട്. പക്ഷെ നമുക്ക് വേണ്ടത് സിമ്പതിയല്ല, നമുക്ക് എമ്പതിയാണ് വേണ്ടത്. അത് ഈ ബിസിനസ്സിൽ മാത്രമല്ല, നമ്മുടെ ലൈഫിലും മറ്റുള്ളവരോട് നമ്മളിൽ ഉണ്ടാവേണ്ട ഒരു സ്നേഹബന്ധമാണ് ശരിക്ക് പറഞ്ഞാൽ ഈ എമ്പതി, സഹാനുഭൂതി. എന്താണ് സിമ്പതി എമ്പതിയും തമ്മിലുള്ള വ്യത്യാസം? നമ്മുടെ തൊട്ടടുത്ത ഒരു പരിചയത്തിലുള്ള ഒരു സുഹൃത്തിന് ഒരു അസുഖം ബാധിച്ചു. ആ അസുഖം ബാധിച്ചു, നമ്മൾ അയാളെ പോയി, അയാളോട് നമുക്കൊരു ഇഷ്ടം തോന്നും, അതല്ലെങ്കിൽ ഒരു പാവം തോന്നും നമുക്ക് അവരോട്. അപ്പൊ അയാളെ പോയിട്ടൊന്ന് ആശ്വസിപ്പിക്കുക, അത് സാരമില്ല എന്ന് പറഞ്ഞ് ആശ്വസിപ്പിക്കുന്നതിനാണ് എന്തെന്ന് പറയാം, സിമ്പതി എന്ന് പറയാം. അയാളോട് പാവം തോന്നുക, ഒരാളോട് പാവം തോന്നുക, ഒരു അപകടം സംഭവിച്ചു, അതല്ലെങ്കിൽ എല്ലാം നഷ്ടപ്പെട്ടു ഒറ്റയ്ക്കിരുന്ന സമയത്ത് പാവം തോന്നുന്നതിനാണ് സിമ്പതി എന്ന് പറയാം. എന്നാൽ എമ്പതി എന്നതല്ല. എമ്പതി എന്ന് പറയുമ്പോൾ അയാളെ ഉൾക്കൊണ്ട് അയാളിൽ നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ് എമ്പതി എന്ന് പറയുന്നത്. അപ്പോ നമ്മുടെ നേരത്തെ പറഞ്ഞ അതേ ആൾക്ക് ഒരു പ്രയാസം ഉണ്ടാകുമ്പോൾ അയാളെ കൂടെ ഇരുന്നിട്ട് അയാളോട് പറയാണ്, നിങ്ങൾക്ക് പ്രയാസം എനിക്കറിയാം, ഈ പ്രയാസം ഞാൻ മുമ്പ് അനുഭവിച്ചിട്ടുണ്ട്, ഇത് നിങ്ങളുടെ പ്രയാസം എനിക്ക് മനസ്സിലാക്കാൻ പറ്റും എന്ന് ഓപ്പൺ ആയിട്ട് അയാളിൽ നമ്മൾ ഉള്ള പോലെ അയാളെ ഉൾക്കൊള്ളാൻ പറ്റുക എന്നുള്ളതാണ് എമ്പതി എന്ന് പറയുന്നത്. സിമ്പതി എന്ന് പറഞ്ഞാൽ പാവം തോന്നുക, എമ്പതി എന്ന് പറയുമ്പോൾ അയാളുടെ പ്രശ്നം നമ്മുടേതായിട്ട് കണ്ട് സഹാനുഭൂതി. സഹ എന്ന് പറയുന്ന തൊട്ടടുത്താണ്. ആ സഹപ്രവർത്തകന്റെ അനുഭൂതി നമ്മളിൽ ഉണ്ടാവുക എന്നുള്ളതാണ് സഹാനുഭൂതി. മലയാള വാക്കിന്റെ അർത്ഥം സഹാനുഭൂതി. അപ്പൊ എമ്പതി എന്ന് പറയുന്ന ഈ ഒരു സ്വഭാവം നമ്മളിൽ ഉണ്ടാവണം എന്നുള്ളതാണ്. അതായത് മറ്റുള്ളവന്റെ പ്രശ്നം നമ്മുടെ പ്രശ്നമായിട്ട് കാണാം. എന്തുകൊണ്ട് എന്റെ താഴെ വരുന്ന, ഞാൻ കൊണ്ടുവന്ന ആൾക്ക് ബിസിനസ് മുന്നോട്ട് പോകാൻ പറ്റുന്നില്ല, അത് എന്റെ പ്രശ്നമാണ്. ഈ ഒരു പ്രശ്നം ഞാനും അനുഭവിച്ചിട്ടുണ്ട്, അപ്പൊ ഞാൻ ഇന്ന കാര്യങ്ങളൊക്കെയാണ് ചെയ്തത്, എന്റെ പ്രശ്നമായിട്ട് അയാളുടെ പ്രശ്നം കാണുകയും അതിനുള്ള സൊല്യൂഷൻ പറഞ്ഞു കൊടുക്കാനും പറ്റണം. അതാണ് എമ്പതി എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിക്കുന്നത്. ഓക്കെ, സഹാനുഭൂതി. നെക്സ്റ്റ് ലെറ്റർ എസ്, സ്മാർട്ട് വർക്കാണ്. സ്മാർട്ട് വർക്ക്. സ്മാർട്ട് വർക്ക്, നമ്മൾ ചെയ്യുന്ന വർക്കുകളൊക്കെ ഹാർഡ് വർക്കുകളാണ്. വല്ലാതെ റിസ്ക് എടുത്ത് ഒരുപാട് പിറകെ നടന്ന് പലതും ആലോചിച്ച് നമ്മളിങ്ങനെ വല്ലാതെ വർക്ക് എടുത്തിട്ട് റിസൾട്ട് കിട്ടാതിരിക്കുമ്പോൾ ഒരു പക്ഷെ നമ്മൾ പിറകോട്ട് നമ്മൾ സ്വയം പോവാനുള്ള സാധ്യതയുണ്ട്. എന്നാൽ അവിടെ നമ്മൾ ചെയ്യുന്ന വർക്കുകൾ സ്മാർട്ട് വർക്കുകളാണെങ്കിൽ റിസൾട്ട് പെട്ടെന്ന് കിട്ടും. നമുക്ക് തന്നെ നമ്മളൊരു ആത്മവിശ്വാസം ഉണ്ടാക്കിയെടുക്കുകയും ചെയ്യും. അതായത് ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കാം ആണ് ചുരുക്കി പറയുമ്പോൾ സ്മാർട്ട് വർക്ക് എന്ന് പറഞ്ഞാൽ. ചെറിയ പ്രവർത്തനങ്ങളെ കൊണ്ട് വലിയ റിസൾട്ട് ഉണ്ടാക്കാം. ഒറ്റയടിക്ക് പറയുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ പറയാം, നമ്മൾ അങ്ങോട്ട് ഒരുപാട് ആളുകളെ പോയി കാണുന്നതിന് പകരം ബിസിനസ് അവസരം അന്വേഷിച്ച ആളുകൾ ഇങ്ങോട്ട് ആളുകളെ നമ്മുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവാം. നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് സ്മാർട്ട് വർക്കിന്റെ ഒരു വെർഷനാണ് പറഞ്ഞത്. നമ്മൾ അങ്ങോട്ട് പോയി ബിസിനസ് പറയുന്നതിന് പകരം അവർ ബിസിനസ്സിനെ കുറിച്ച് മനസ്സിലാക്കി ഇങ്ങോട്ട് വരിക, ബിസിനസ് ചെയ്യാൻ. ഈ ഒരു അവസരം കണ്ടല്ലോ,
ഒരു അവസരത്തിന് താഴെ നിങ്ങളുടെ നമ്പർ കണ്ടു, അപ്പൊ അതുകൊണ്ട് കോൺടാക്ട് ചെയ്തതാണ് എന്ന് പറഞ്ഞ് ഇങ്ങോട്ട് ബിസിനസ് അവസരം ചോദിച്ചു വരുന്ന ഒരു അവസ്ഥ ഉണ്ടാക്കുക, സിറ്റുവേഷൻ ഉണ്ടാക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? അതിന് നമ്മുടെ എല്ലാ പ്രവർത്തനങ്ങളും സ്മാർട്ടായിട്ട് ചെയ്യണം. എല്ലാ പ്രവർത്തനങ്ങളും സ്മാർട്ടായിട്ട് ചെയ്യുക എന്ന് പറയുമ്പോൾ, ഉദാഹരണത്തിന് നമ്മുടെ ഒരു ബിസിനസ് അവസരമുണ്ട് എന്ന രൂപത്തിൽ, അല്ലെങ്കിൽ ഒരു ജോലി അവസരമുണ്ട്, ബിസിനസ് അവസരമുണ്ട് എന്ന രൂപത്തിൽ പരസ്യം കൊടുക്കാം. ഈ പരസ്യം ഏതൊക്കെ രൂപത്തിൽ ചെയ്യാൻ പറ്റും? പരസ്യം കണ്ട് ഒരുപാട് ആളുകൾ നമ്മൾ കോണ്ടാക്ട് ചെയ്യും. നമ്മളൊക്കെ പരസ്യം കണ്ടിട്ടാണ് പല സാധനങ്ങളും ഇന്ന് എസ്പെഷ്യലി ഇന്നിപ്പോ നമ്മളൊക്കെ റീൽസുകളിലൂടെയും വാട്സപ്പിലൂടെയും ഒക്കെ പരസ്യം കണ്ടിട്ടാണ് പോകാറുള്ളത്. ഇപ്പോ ഉദാഹരണത്തിന് റീലുകളിലൂടെ ഒക്കെ ഫേമസ് ആയ കുഞ്ഞാപ്പു കോയ, ഇവരുടെയൊക്കെ മെയിൻ കണ്ടന്റ് ആളുകളെ ചിരിപ്പിക്കുക എന്നുള്ളതല്ല, ചിരിപ്പിക്കുന്നതിനപ്പുറത്ത് ഒരു പ്രൊമോഷനാണ് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്, പരസ്യമാണ്. അപ്പോൾ അത് ആളുകളിലേക്ക് എത്തുന്നു. നമ്മൾ അവരുടെ പരസ്യം കണ്ടുകൊണ്ട് നമ്മൾ കടകളിൽ പോയി സാധനങ്ങൾ പർച്ചേസ് ചെയ്യുന്നു. അപ്പോൾ പരസ്യം വളരെ കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും നമ്മുടെ ഒരു ബിസിനസ് ആശയം. അപ്പൊ ഇത് എങ്ങനെ പരസ്യം ചെയ്യാന്നുള്ളതാണ്. അപ്പോൾ സ്മാർട്ടായിട്ട് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ പല മാർഗങ്ങളും നമുക്ക് അതുമായി ബന്ധപ്പെട്ട് നമുക്ക് കിട്ടും. ഉദാഹരണത്തിന് പത്രത്തിൽ ചെറിയ കോളങ്ങളിൽ, ക്ലാസിഫൈഡ് കോളങ്ങളിൽ പല വാർത്തകളും വരാറുണ്ട്. ഇപ്പോ മാരേജുമായി ബന്ധപ്പെട്ട വാർത്തകൾ വരും, ബിസിനസ് അവസരങ്ങൾ വരും, അതുപോലെ നഷ്ടപ്പെട്ട കാര്യങ്ങൾ വരും, ചെറിയ കോളത്തിൽ വരും. ആ ഒരു കോളത്തിൽ കൊടുക്കണമെങ്കിൽ 2 വർഷം മുമ്പ് എന്റെ അനുഭവത്തിൽ ഒരു 799 രൂപ 2 വർഷം മുമ്പ് ഞാനൊരു ബിസിനസ്സുമായി ബന്ധപ്പെട്ട് പരസ്യം ചെയ്യാൻ വേണ്ടി ഒരു പത്രത്തിന് കൊടുത്തത്. അതായത് ഒരു 4 വരി ചെറിയ കോളത്തിന് മാത്രം, ഒരു 5 സെന്റിമീറ്റർ ലെങ്ത് ഉള്ള ഒരു ചെറിയൊരു കോളത്തിൽ, അതായത് ബിസിനസ് അവസരം, എന്താണ് ബിസിനസ്, നമ്മുടെ ഫോൺ നമ്പർ, ഒരു 5-6 വരികൾ മാത്രമുള്ള ചെറിയൊരു കോളത്തിൽ പരസ്യം കൊടുക്കാൻ ഒരു 700 രൂപ അല്ലെങ്കിൽ 800 രൂപയാണ് അന്ന് വന്നിരുന്നത്. ഏകദേശം ഒരു 1000 രൂപ ഇപ്പോൾ നമുക്ക് പ്രതീക്ഷിക്കാം. അപ്പൊ ഒരു പത്രത്തിൽ, ഇപ്പൊ മനോരമയിലോ അതല്ലെങ്കിൽ മാതൃഭൂമിയിലോ ഒക്കെ നമ്മൾ ഇത്തരത്തിലുള്ള ഒരു പരസ്യം, ചെറിയ പരസ്യം കൊടുക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഒരു ബിസിനസ് അവസരം എത്തും. ഒന്നുമില്ലെങ്കിൽ ഒരു 50 പേരോ 100 പേരെങ്കിലും ഒരു പക്ഷേ നമ്മളോട് കോണ്ടാക്ട് ചെയ്യാനുള്ള ഒരു സാധ്യതയുണ്ട്. ഒരു 800 രൂപക്ക് ലക്ഷക്കണക്കിന് ആളുകളിലേക്ക് ഇത് എത്തിക്കാനും ഇങ്ങോട്ട് ആളുകളെ വിളിക്കാനുമുള്ള ഒരു സാധ്യത ആ പരസ്യത്തിലൂടെ നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അത് ഒരു ഉദാഹരണമാണ്. അതുപോലെ നമ്മുടെ ചുറ്റുഭാഗങ്ങളിലുള്ള സാധാരണ തെരഞ്ഞെടുപ്പായാലും മറ്റു സമ്മേളനങ്ങളായാലും പോസ്റ്റർ ഒട്ടിക്കുന്ന പോലെ ബിസിനസ് അവസരത്തിന് പോസ്റ്ററുകൾ ഒട്ടിക്കാം. അത് ഓരോ സാഹചര്യത്തിനനുസരിച്ച്, ഓരോ ലൊക്കേഷൻ അനുസരിച്ച് വ്യത്യാസപ്പെടുത്തണം. ഇപ്പോൾ നമ്മുടെ തൊട്ടടുത്തൊരു കോളേജ് ഉണ്ട്, ഡിഗ്രി PG പഠിക്കുന്ന കോളേജുകൾ ഉണ്ടെങ്കിൽ അവിടെ പഠനത്തോടൊപ്പം വിദ്യാർത്ഥികൾക്ക് ബിസിനസ് അവസരം എന്ന രൂപത്തിലാണ് പോസ്റ്റർ കൊടുക്കേണ്ടത്. എന്നാൽ മറ്റു പൊതു പ്ലാറ്റ്ഫോമിലാണ്, ഇപ്പോൾ ബസ് സ്റ്റാൻഡ് പോലെയുള്ള സ്ഥലങ്ങളിലൊക്കെ ആണെങ്കിൽ അവിടെ നമുക്ക് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ബിസിനസ് എന്ന രൂപത്തിൽ പരസ്യം കൊടുക്കാൻ പറ്റും. അതുപോലെ ഗൾഫ് റിട്ടേൺസുകൾ കൂടുതലുള്ള സ്ഥലത്താണെങ്കിൽ നിങ്ങൾ പെൻഷൻ കഴിഞ്ഞവരാണോ അതല്ലെങ്കിൽ വിദേശ ജോലി നിർത്തിയവരാണോ, നിങ്ങൾക്കും ബിസിനസ് അവസരമുണ്ട് എന്ന രൂപത്തിൽ അവിടെ നമുക്ക് പ്രസന്റ് ചെയ്യാം. അതുപോലെ സ്ത്രീകളെ മാത്രം ടാർഗറ്റ് ചെയ്തുകൊണ്ട് സ്ത്രീകൾക്ക് ബിസിനസ് അവസരമുണ്ട് എന്ന രൂപത്തിലും ഈ ഒരു ബിസിനസ് തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? പരസ്യം ചെയ്യാൻ പറ്റും. അപ്പൊ ഇതൊക്കെ നമ്മുടെ ബിസിനസിന്റെ പരസ്യമാണ്. പക്ഷെ ഓരോ സമയത്തും വ്യത്യസ്ത രൂപത്തിലാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതാണ് സ്മാർട്ട് എന്ന് പറയുന്നത്. ഇതൊക്കെ നമ്മൾ പരസ്യം ചെയ്യുമ്പോൾ ആളുകൾ ഇങ്ങോട്ട് ബന്ധപ്പെടുന്ന ആ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകൾ നമ്മുടെ അടുത്തേക്ക് അവസരം ചോദിച്ച് ഇങ്ങോട്ട് വരുന്ന രൂപത്തിലുള്ള 1-2 മാർഗങ്ങളാണ് പറഞ്ഞത്. അതുപോലെ നമ്മുടെ ടാഗ് എന്ന് പറയുന്നത്, ടാഗ് നമ്മുടെ ഒരു ഐഡന്റിറ്റിയാണ്. ഒരു ടാഗ് നമ്മുടെ കഴുത്തിലിട്ട് MA-ലൈഫിന്റെ ടാഗ് ഇട്ട് നമ്മൾ നടക്കുമ്പോൾ, അതല്ലെങ്കിൽ നമ്മുടെ വാഹനത്തിൽ എന്റെ ലീഡറായ തോഹിർ ഓഫീസർ അദ്ദേഹത്തിന്റെ പുതിയ ഇലക്ട്രിക് ബൈക്കിന്റെ ആ ഒരു ഫ്രണ്ട് ഭാഗത്ത് മൈ ലൈഫിന്റെ ലോഗോ പതിപ്പിച്ചിട്ടുണ്ട്. MA ലൈഫ് സ്റ്റൈൽ എന്ന് പറഞ്ഞ് അദ്ദേഹത്തിന് ഫോൺ നമ്പറും കൊടുത്തിട്ടുണ്ട്. പെട്ടെന്ന് ആ വാഹനത്തിലേക്ക് നോക്കുന്ന ഒരാള് ഫസ്റ്റ് അദ്ദേഹത്തിന്റെ ശ്രദ്ധയിൽപ്പെടുക ഈ ലോഗോ ആണ്. ഈ ലോഗോ എന്താണ്? ഒരു ലോഗോ കാണുന്ന ഒരു നമ്പർ ഉണ്ടല്ലോ, എന്തോ ഒരു ബിസിനസ് ആണല്ലോ എന്ന് കരുതി ആളുകൾ ഒരു പക്ഷേ കോണ്ടാക്ട് ചെയ്തേക്കാം. ഇനി ഒന്നുമല്ലെങ്കിൽ നമ്മളൊരു ബിസിനസിന്റെ ആളാണ് എന്ന് ആ ഒരു വാഹനത്തിലേക്ക് നോക്കിയാൽ മനസ്സിലാവും. നമ്മൾ നിരന്തരം യാത്ര ചെയ്യുന്ന സ്ഥലങ്ങളിൽ, നമ്മൾ വർക്ക് ചെയ്യുന്ന പ്രദേശങ്ങളാവട്ടെ, നമ്മൾ കൂട്ടുകാരോട് സംസാരിക്കുന്ന, കുടുംബക്കാരോട് സന്ദർശിക്കുന്ന അവസരങ്ങളിലൊക്കെ നമ്മൾ അവരെ നേരിട്ട് കാണുമ്പോൾ, നിരന്തരം ഈ ഒരു വാഹനം കാണുമ്പോൾ സ്വാഭാവികമായിട്ടും ഇന്നല്ലെങ്കിൽ നാളെ എന്താണ് നിങ്ങളുടെ വാഹനത്തിൽ ഒരു ലോഗോ കാണുന്നുണ്ടല്ലോ, എന്താണത്? സ്വാഭാവികമായിട്ടും ഇങ്ങോട്ട് ചോദിക്കാനുള്ള ടെൻഡൻസി അവരിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സിമ്പിൾ ആണ്, ഒരു ലോഗോ കൊടുക്കുക, അതല്ലെങ്കിൽ ഒരു ടാഗ് നമ്മുടെ കഴുത്തിലിടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചെയ്യേണ്ടത്. അതോടൊപ്പം നമ്മളൊക്കെ ഈ ഒരു ബിസിനസ് മുന്നോട്ട് പോകുന്നത് വാട്സപ്പ് മുഖേനയാണ്.
നേരിട്ട് നമ്മൾ ചെയ്യുന്നുണ്ട്, അതുപോലെ വാട്സപ്പിൽ സ്റ്റാറ്റസ് വെച്ചും ആളുകളിലേക്ക് മെസ്സേജ് അയച്ചും നമ്മൾ ചെയ്യുന്നുണ്ട്. ആ ചെയ്യുന്നതിന്റെ കൂടെ തന്നെ വളരെ സിമ്പിൾ ആയിട്ട് ഒന്ന് രണ്ട് കാര്യങ്ങൾ ചെയ്താൽ നമ്മളൊരു ബിസിനസിന്റെ ആളാണ് എന്നുള്ളത് ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റും. ഇപ്പൊ ഉദാഹരണത്തിന് നമ്മുടെ വാട്സപ്പ് ഫോട്ടോ വെക്കുന്ന സമയത്ത്, നമ്മുടെ പ്രൊഫൈൽ പിക്ചർ വെക്കുന്ന സമയത്ത് ഫോട്ടോ മാത്രമായിട്ട് നമ്മൾ വെക്കരുത്. ഫോട്ടോ വെക്കുന്നതിന് പകരം ആ ഫോട്ടോ എഡിറ്റ് ചെയ്ത് അതിന് താഴെ നമ്മുടെ പേരും MI ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നോ അതിൽ MI ലൈഫുമായി ബന്ധപ്പെട്ട ഒരു ലീഡറാണ് ഞാനെന്ന് തോന്നിക്കുന്ന രൂപത്തിലുള്ള ഒരു ടാഗ് ലൈൻ ആ ഫോട്ടോയുടെ താഴെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുത്തിട്ട് ആ ഫോട്ടോ വേണം നമ്മുടെ പ്രൊഫൈലാക്കി വെക്കാൻ. വെറുതെ ഫോട്ടോ എല്ലാവരും വെക്കുന്നതാണ്. നേരെ മറിച്ച് ഒരു ഡോക്ടർ ആണെങ്കിൽ ആ ഡോക്ടറുടെ താഴെ ആ ഫോട്ടോയിൽ DP താഴെ ഡോക്ടർ വൈസ് എന്ന് കൊടുക്കുന്ന പോലെ, അപ്പൊ DP കണ്ടാൽ തന്നെ മനസ്സിലാവും ഡോക്ടറാണ് എന്നുള്ളത്. അതുപോലെ നമ്മുടെ ഫോട്ടോക്ക് താഴെ നമ്മുടെ പേര് കൊടുത്ത് അതേ MI ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ ബിസിനസ് മാൻ എന്ന രൂപത്തിൽ ഒരു ഫോട്ടോയിൽ തന്നെ, അതിന് താഴെ പേര് കൊടുക്കുന്ന സ്ഥലത്തല്ല പറയുന്നത്, ഫോട്ടോയിൽ തന്നെ എഡിറ്റ് ചെയ്ത് നമ്മുടെ പേരും ബിസിനസിന്റെ പേരും കൊടുത്താൽ അത് ആളുകളിലേക്ക് സ്വാഭാവികമായിട്ടും പുതിയ ഒരാൾ നമ്മുടെ നമ്പർ കണ്ട് ഇത് ആരാണെന്ന് മനസ്സിലാക്കാൻ വേണ്ടി ഫസ്റ്റ് നോക്കുക DP ആണ്. ആ DPയിലേക്ക് നോക്കുമ്പോൾ നമ്മുടെ ഫോട്ടോയിൽ താഴെ തന്നെ നമ്മുടെ പേരും ബിസിനസിന്റെ പേരും കാണുമ്പോൾ ഒരു ഐഡന്റിറ്റിയാണ്, തിരിച്ചറിവാണ്, നമ്മുടെ പ്രൊമോഷനാണ്. ഒറ്റ പ്രവർത്തനം ചെയ്താൽ മതി, കാലാകാലവും അതവിടെ സ്ഥിരമായിട്ട് പ്രൊമോഷൻ അവിടെ നേടിക്കൊണ്ടിരിക്കാൻ പറ്റും. അതോടൊപ്പം നമ്മുടെ DPക്ക് താഴെ പ്രൊഫൈൽ പിക്ചറിന് താഴെ നമ്മുടെ പേര് കൊടുക്കുന്ന സമയത്ത് അതിന് താഴെ പേര് നെയിം ആൻഡ് എബൌട്ട് ഉണ്ടാവും. നെയിമിന് താഴെ എബൌട്ട് ഉണ്ടാവും. അതായത് വാട്സപ്പിൽ ഏറ്റവും മുകളിൽ 3 ഡോട്ട് നമ്മൾ ആ 3 ഡോട്ട് നിൽക്കിയാൽ അതിന് താഴെ എബൌട്ടില് സെറ്റിങ്സ് ഉണ്ടാവും. സെറ്റിങ്സിൽ നെയിം ഉണ്ടാവും, നെയിമിന് താഴെ എബൌട്ട് ഉണ്ടാവും. ആ എബൌട്ടിൽ നമ്മൾ കൊടുക്കേണ്ടത് സാധാരണ നമ്മൾ കൊടുക്കുക എല്ലാവർക്കും നല്ലത് വരട്ടെ, അതല്ലെങ്കിൽ താങ്ക് യു, വെൽക്കം, മനുഷ്യർ നന്നാവട്ടെ, നമ്മളെല്ലാവരും ഒന്ന്, ഇന്ത്യ ഈസ് മൈ കൺട്രി തുടങ്ങിയ എല്ലാവരും ഉൾക്കൊള്ളുന്ന രൂപത്തിലുള്ള എന്തെങ്കിലും ആശയങ്ങളായിരിക്കും അവിടെ നമ്മൾ സാധാരണ കൊടുക്കാറുള്ളത്. അല്ലെങ്കിൽ ഐ ആം ഇൻ ഓൺലൈൻ, അല്ലെങ്കിൽ ഐ ആം ഔട്ട് ഓഫ് ഓൺലൈൻ എന്നൊക്കെയാണ് കൊടുക്കാറുള്ളത്. അവിടെ നമ്മൾ കൊടുക്കേണ്ടത് MI ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ എന്നോ അതിന്റെ കൂടെ നമ്മുടെ എന്തെങ്കിലും ബിസിനസ്സുമായി ബന്ധപ്പെട്ട ടാഗ് ലൈൻ ആയിരിക്കണം. പ്രൊഫൈൽ പിക്ചറിന് താഴെ നമ്മുടെ എബൌട്ട് ആയിട്ട് കൊടുക്കേണ്ടത്, ഞാൻ കൊടുത്തിട്ടുള്ളത് MI ലൈഫ് സ്റ്റൈൽ ഡിസ്ട്രിബ്യൂട്ടർ ആൻഡ് ട്രെയിനർ എന്നാണ് ഞാൻ കൊടുത്തിട്ടുള്ളത്. അപ്പൊ ഇത് സ്വാഭാവികമായിട്ടും നമ്മൾ DP പരിശോധിക്കുന്ന ഒരാൾക്ക് പേരിന് താഴെ നമ്മുടെ ഒരു ടാഗ് ലൈൻ ആയിട്ട് നമ്മുടെ ബിസിനസ്സിനെ മാറ്റി കൊടുക്കാൻ പറ്റുന്ന, സിമ്പിൾ ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു വർക്കാണിത്. അതായത് എല്ലായിടത്തും എവിടെയൊക്കെ നമുക്ക് നമ്മളെ സ്ഥിരപ്പെടുത്താൻ പറ്റുമോ, നമ്മുടെ ഐഡന്റിറ്റിയെ മൗൾഡ് ചെയ്യാൻ പറ്റുമോ, നമ്മൾ ഫസ്റ്റ് പറഞ്ഞ പോലെ MI മൗൾഡിങ് ഐഡന്റിറ്റി, നമ്മൾ ഐഡന്റിറ്റിയെ മൗൾഡ് ചെയ്യാൻ പറ്റുമോ, അവിടെയൊക്കെ ചെറിയ വർക്കിലൂടെ, സ്മാർട്ട് വർക്കിലൂടെ റിസൾട്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റുന്ന ചെറിയ ചെറിയ പ്രവർത്തനങ്ങൾ ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പൊ സ്മാർട്ട് വർക്കിന്റെ ഉദ്ദേശമാണ് ഇപ്പോൾ ചെറിയ രൂപത്തിൽ പറഞ്ഞത്. ഇനി അടുത്തത് ലൈഫ് സ്റ്റൈലിലെ T ആണ്. T, ട്രാവൽ. ട്രാവൽ എന്ന് പറയുമ്പോൾ സാധാരണയായിട്ട് നമ്മളൊക്കെ മനസ്സിലാക്കുന്നത് യാത്രകൾ മനുഷ്യനെ സ്വാധീനിക്കുന്നുണ്ട്. അതൊരു സത്യമാണ്. പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ, ടെൻഷനുകൾ ഉണ്ടാകുമ്പോൾ, ഒറ്റപ്പെടലുകൾ ഉണ്ടാകുമ്പോൾ, ചിലപ്പോ പ്രധാന ആഘോഷവേളകൾ ഉണ്ടാകുമ്പോഴൊക്കെ നമ്മൾ യാത്ര പോകാറുണ്ട്. ഒന്നുമല്ലെങ്കിലും വെറുതെ നമ്മൾ യാത്ര പോകുന്ന സമയത്ത് വരെ ലൈഫ് സ്റ്റൈലുമായി ബന്ധപ്പെട്ട്, നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് യാത്ര എങ്ങനെയാണ് കണക്ട് ചെയ്തിരിക്കുന്നത് എന്നുള്ളതാണ്. ഇപ്പൊ ഉദാഹരണത്തിന് ഞാനും തോഹിർ സാറും മുമ്പ് വളാഞ്ചേരി ഒരു 4-5 കുട്ടികളെ, പ്ലസ് ഡിഗ്രി പഠിക്കുന്ന കുട്ടികളെ കാണാൻ പോയ സമയത്ത്, കണ്ട് തിരിച്ചു വരുന്ന സമയത്ത് വളാഞ്ചേരി ബസ് സ്റ്റോപ്പിന്റെ സൈഡിലായിട്ട് ഓട്ടോ സ്റ്റാൻഡിൽ ഓട്ടോകൾ നിരത്തി വെച്ചിട്ടുണ്ട്. അപ്പൊ വെറുതെ ഒന്ന് സ്വാഭാവികമായിട്ട് സംസാരിച്ചു പോകുന്ന സമയത്ത് ഇങ്ങനെ ഓട്ടോയിലേക്ക് നോക്കിയപ്പോഴാണ് ഒരു ആശയം കിട്ടിയത്. അപ്പോ ഓട്ടോയിൽ ഡ്രൈവർ ഇരിക്കുന്ന സീറ്റിന് പിറകെ, ഡ്രൈവർ സീറ്റ് ഉണ്ടല്ലോ, ഡ്രൈവർ സീറ്റിന് പിറകെ ഒരു കാലിയായ സ്ഥലം കിടക്കുന്നുണ്ട്, ഡ്രൈവർ സീറ്റ്. അതിന് താഴെയാണ് യാത്രക്കാരിരിക്കുക. അവിടെ സാധാരണ ചെറിയ രൂപത്തിലൊക്കെ പരസ്യം ചിലപ്പോൾ നമ്മൾ കാണാറുണ്ട്. ഇപ്പൊ ബസ്സിലൊക്കെ ഓരോ സീറ്റിന് പിറകിലും ഇങ്ങനെ പരസ്യം കൊടുക്കാറുണ്ടല്ലോ. എന്തുകൊണ്ട് അത് നമ്മുടെ ബിസിനസ്സിലേക്ക് നമ്മൾ അപ്ലൈ ചെയ്തുകൂടാ എന്ന് ചിന്തിച്ചു. ഒരു ചിന്തയാണ്, ആശയമാണ്. അപ്പൊ അതിനുള്ള വർക്കുകൾ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരു ഓട്ടോ ഡ്രൈവറെ കണ്ട് ഇങ്ങനൊരു ബിസിനസ് അവസരമുണ്ട്, നിങ്ങൾക്ക് പ്രത്യേകിച്ച് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല, തുടക്കത്തിൽ പറയേണ്ട രൂപമാണ് പറയുന്നത്. ഒരു 3-4 പ്രൊഡക്റ്റുകൾ മാത്രം പരിചയപ്പെടുത്തി ഒരു നോട്ടീസ് ഉണ്ടാക്കാം. ഉദാഹരണത്തിന് കഫ്നില് പേസ്റ്റ്, ഇൻഹൈലർ, ഇങ്ങനെയുള്ള 3 പ്രൊഡക്റ്റിന്റെ മാത്രം ഏറ്റവും വില കുറഞ്ഞതാണ്, എന്ന ആളുകൾക്ക് ഏറ്റവും ആവശ്യമുള്ളതാണ്, ആയുഹിൽ പോലെയുള്ള സാധനങ്ങളൊക്കെ. ഇതിന്റെ ഈ 4 പ്രൊഡക്റ്റുകൾ ഉൾക്കൊള്ളുന്ന ഒരു പോസ്റ്റർ ഉണ്ടാക്കി ആവശ്യമുള്ളവർ കോൺടാക്ട് ചെയ്യുക എന്ന് പറഞ്ഞാൽ അതിന് താഴെ നമ്മുടെ നമ്പറും കൊടുക്കുക. അതിന് താഴെ ഈ ഒരു
പ്രൊഡക്റ്റിന്റെ ബിസിനസ് അവസരവും ഉണ്ട് എന്ന രൂപത്തിൽ പരസ്യം കൊടുത്ത് ഇതിന്റെ ഒന്നോ രണ്ടോ പ്രൊഡക്റ്റുകൾ വീതം ഡ്രൈവറെ കയ്യിൽ കൊടുത്ത് അതിന്റെ ലാഭം അവർക്ക് പോവട്ടെ, നമുക്ക് അത് വേണ്ട, അതിന്റെ ലാഭം അവരെടുത്തോട്ടെ. അപ്പോ ഇത് വിജയിക്കുന്ന ഒരു അവസരമാണ് എന്നുള്ളതും ഒരു ബിസിനസ് അവസരം ആളുകളിലേക്ക് എത്തിക്കാനും വളരെ സിമ്പിൾ ആയിട്ട് ഒരു പോസ്റ്ററിലൂടെ ആളുകളിലേക്ക് എത്തിക്കാൻ പറ്റുന്ന അവസരമാണ്. എന്തായാലും ഒരു ഓട്ടോയിൽ 5-10 ആളുകൾ ഓരോ ദിവസവും കയറും, 5 മിനിറ്റെങ്കിലും യാത്ര ചെയ്യും. ആ യാത്രക്കുള്ളിൽ സ്വാഭാവികമായിട്ടും ആ ഒരു പോസ്റ്ററിൽ കാണുന്നത് മുഴുവൻ യാത്രക്കാർ വായിക്കും. അവസരമാണ്, നമ്മുടെ പ്രൊമോഷനാണ്, ആളുകൾ ഇങ്ങോട്ട് വരും. സിമ്പിൾ ആണ്, സ്മാർട്ട് വർക്കാണ്. അപ്പൊ ഇതാണ് ട്രാവൽ. അപ്പൊ യാത്രയിലൂടെ കിട്ടിയ ഒരു ആശയമാണ് എനിക്കത്. അതുപോലെ നമ്മൾ ഓരോ യാത്ര ചെയ്യുമ്പോഴും പുതിയതായിട്ടുള്ള ആശയങ്ങൾ നമുക്ക് വരാറുണ്ട്. ഇപ്പോ ഒരു ഷോപ്പിന് മുന്നിലൂടെ പോകുമ്പോൾ നമുക്ക് തോന്നുന്നു ഈ ഷോപ്പ് എന്റെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് എങ്ങനെ ഉപയോഗപ്പെടുത്താൻ പറ്റും. ഈ ഒരു ഷോപ്പിൽ ആളുകളൊന്നുമില്ല, നമ്മൾ ഒറ്റയ്ക്ക് യാത്ര ചെയ്യാം. ഒറ്റയ്ക്ക് ബൈക്കിൽ യാത്ര ചെയ്യുന്ന സമയത്ത് നമ്മൾ ഫ്രീ ടൈം ഉള്ള ഒരാളാണെങ്കിൽ ഒരു ഷോപ്പിൽ ഓണർ മാത്രമായി കസ്റ്റമർ ഒന്നും ഇല്ലാതെ ഓണറും ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയമാണെങ്കിൽ നമുക്ക് അവിടെ ബൈക്ക് സൈഡ് ആക്കിയിട്ട് അദ്ദേഹത്തോട് പോയി സംസാരിക്കാം. അദ്ദേഹത്തിന്റെ അവസ്ഥകൾ നേരിട്ട് മനസ്സിലാക്കാൻ പറ്റും. ബിസിനസ് എങ്ങനെയാണ് പോകുന്നത്, എന്താണ് മുന്നോട്ടുള്ള പ്ലാന്, നമ്മൾ ചെയ്യുന്ന പ്രവർത്തനത്തെയും ബിസിനസ്സിനെ പരിചയപ്പെടുത്താൻ പറ്റും. അപ്പൊ യാത്ര എന്ന് പറയുന്നത് നമ്മുടെ ബിസിനസ്സുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഒരുപാട് പുതിയ ആശയങ്ങൾ ലഭിക്കാനുള്ള സ്രോതസ് കൂടിയാണ് യാത്രകൾ. അതിനെന്ത് വേണം? നമ്മുടെ മനസ്സിൽ നേരത്തെ പറഞ്ഞ പോലെ നമ്മുടെ ഈ ഒരു ഐഡന്റിറ്റി ആയിട്ട് നമ്മുടെ ഈ ബിസിനസ്സിനെ കൊണ്ട് നടക്കണം. നമ്മുടെ സ്വത്ത് രൂപീകരണത്തിന്റെ ഭാഗമാണ്, നമ്മുടെ ഐഡന്റിറ്റിയാണ് ഈ ലൈഫ് സ്റ്റൈൽ എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കിയാൽ ഫുൾ ടൈം ചിന്തകളിൽ എന്തായാലും ഷുവറാണ് മൈ ലൈഫ് ഉണ്ടാവും എന്നുള്ളത്. നമ്മുടെ ചിന്തകളിൽ നമ്മൾ പൂർണ്ണമായിട്ട് മൈ ലൈഫിനെ ഉൾക്കൊണ്ടിട്ടുണ്ടോ എന്ന് മനസ്സിലാക്കാൻ ഒറ്റ കാര്യം നമ്മൾ ചിന്തിച്ചു നോക്കിയാൽ മതി. നമ്മൾ മറ്റുള്ളവരോട് സംസാരിക്കുമ്പോൾ നമ്മൾ ഈ ബിസിനസ്സിന് പരിചയപ്പെടുത്താത്ത ഒരാളിലേക്ക് ഈ ബിസിനസ് എന്താണെന്നോ നമ്മൾ എന്താണ് ചെയ്യുന്നത് എന്നോ ഇതുവരെ നമ്മൾ പറയാത്ത ഒരാളോട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ 3 മിനിറ്റ് കഴിഞ്ഞാൽ നമ്മുടെ ബിസിനസ് നമ്മൾ അങ്ങോട്ട് പറഞ്ഞിരിക്കണം. നമ്മൾ പറയുന്നുണ്ടോ, ബിസിനസ് നമ്മൾ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. വർഷങ്ങൾക്ക് മുമ്പ് എന്റെ കൂടെ പഠിച്ചൊരു സഹപാഠിയെ ഞാൻ കണ്ടുമുട്ടുമ്പോൾ സ്വാഭാവികമായിട്ടും അന്വേഷണങ്ങൾ നടത്തി അവന്റെ നിലവിലുള്ള അവസ്ഥകൾ ചോദിച്ച് നമ്മൾ മനസ്സിലാക്കി 3 മിനിറ്റ് കഴിയുന്നതിന് മുമ്പ് നമ്മൾ അങ്ങോട്ട് പരിചയപ്പെടുത്തണം. സ്വാഭാവികമാണ്, നമ്മൾ അങ്ങോട്ട് പറയണ്ട നീ എന്താണ് ചെയ്യുന്നത്, നിന്റെ അവസ്ഥ എന്താണ്, കല്യാണം കഴിഞ്ഞോ, ജോലി എന്താണ് എന്ന് ചോദിക്കുമ്പോൾ അവൻ മറുപടി പറഞ്ഞ് നെക്സ്റ്റ് സ്പോട്ടിൽ ഇങ്ങോട്ട് ചോദിക്കുമ്പോൾ ഞാൻ ചെയ്യുന്നത് ബിസിനസ് ആണ്, ഇതാണ് ബിസിനസ്. വളരെ ചുരുങ്ങിയ രൂപത്തിൽ 2-3 മിനിറ്റ് കൊണ്ട് ആശയം അയാളിലേക്ക് പകർന്നു കൊടുക്കാൻ നമുക്ക് പറ്റുന്നുണ്ടോ? നമ്മൾ നിലവിൽ അത് ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മൾ ബിസിനസ്സിനെ ഉൾക്കൊണ്ടിട്ടുണ്ട് എന്നാണ് മനസ്സിലാക്കേണ്ടത്. നേരെ മറിച്ച് വർഷങ്ങൾക്ക് ശേഷം ഒരാളെ കണ്ടിട്ട് 10 മിനിറ്റ് നമ്മൾ സംസാരിച്ചിട്ടും ഞാൻ ചെയ്യുന്നത് എന്താണെന്നോ ഈ ബിസിനസ് ആശയത്തെ കുറിച്ച് നമ്മൾ പറഞ്ഞിട്ടില്ലെങ്കിൽ നമ്മൾ ബിസിനസ് ഉൾക്കൊണ്ടിട്ടില്ല. കാരണം ആളുകളിലേക്ക് ഇത് എത്തിക്കാൻ നമ്മൾ ഒരു അവസരം കിട്ടിയിട്ട് നമ്മൾ അത് ഉപയോഗപ്പെടുത്തിയിട്ടില്ല. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്നവരായിട്ട് നമ്മൾ എപ്പോ മാറുന്നുണ്ടോ അപ്പോഴാണ് നമ്മൾ പൂർണ്ണമായിട്ട് നമ്മുടെ ബിസിനസ്സിനെ ഉൾക്കൊള്ളുന്നവരാവുന്നത്. ഏതൊരു ബിസിനസ് ആയാലും അങ്ങനെയാണ്. സംസാരിക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന ഇത് പ്രത്യേകിച്ച് നമ്മൾ ഡയറക്റ്റ് സെല്ലിംഗ് ആണ്, മാർക്കറ്റിംഗ് ആയതുകൊണ്ട് ഇങ്ങനെയൊക്കെയാണ് മാർക്കറ്റ് ചെയ്യാം. നമ്മുടെ നോർമൽ സംസാരങ്ങളിൽ വരെ ആളുകളെ ബിസിനസ്സിലേക്ക് കൊണ്ടുവരുന്ന സംസാരങ്ങൾ ഉണ്ടാക്കിയെടുക്കാൻ പറ്റുക എന്നുള്ളതാണ്. അപ്പൊ ഇതാണ് ട്രാവലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. ഓരോ യാത്രകളിലും നമുക്ക് അവസരങ്ങളുണ്ട്. ബിസിനസ്സിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഉൾക്കൊണ്ടിട്ടുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള ഒരുപാട് ആശയങ്ങൾ നമുക്ക് നേടിയെടുക്കാൻ പറ്റും. ഇനി സിമ്പിളായിട്ട് ഇപ്പോൾ ഓരോ കടകളിലും ഇപ്പൊ ചെറിയ ചെറിയ ഉൾപ്രദേശങ്ങളിലൊക്കെ ഉമ്മമാരോ അതുപോലെ പ്രായമായ ആളുകളൊക്കെ നടത്തുന്ന ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും. ഒരു ഇൻവെസ്റ്റ്മെന്റ് ഇല്ലാതെ 40,000-50,000 രൂപ മുടക്കിയിട്ടോ അതിൽ നാട്ടുകാർക്ക് ഒരുമിച്ച് കൂടിയിട്ടോ നടത്തുന്ന ചെറിയ ഷോപ്പുകൾ ഉണ്ടാവും. ആ ഷോപ്പുകളിലേക്ക് വെക്കാൻ പറ്റുന്ന രൂപത്തിൽ ഇത്തരത്തിലുള്ള ഒരു ചെറിയ 4 പ്രൊഡക്റ്റിന് നോട്ടീസ് ഉണ്ടാക്കിയാൽ ആയുഹില്, ഇൻഹേലർ, കഫ്നിൽ പോലെയുള്ള പേസ്റ്റ് പോലെയുള്ള ചെറിയ പ്രൊഡക്റ്റ്, വില കുറഞ്ഞ പ്രൊഡക്റ്റിന്റെ പോസ്റ്ററുകൾ നമ്മുടെ കയ്യിൽ എപ്പോഴും നമ്മൾ കൊണ്ട് നടക്കുകയാണെങ്കിൽ യാത്ര ചെയ്യുമ്പോൾ ഇത്തരത്തിലുള്ളൊരു ഷോപ്പ് കണ്ടാൽ ആ ഷോപ്പിൽ പോയിട്ട് അവരോട് ബിസിനസ് പറയാം. ഇനി ഒന്നുമല്ല, ബിസിനസ് പരിചയപ്പെടുത്തിയില്ലെങ്കിലും തുടക്കത്തിൽ ഇങ്ങനെ ഒരു 4 പ്രൊഡക്റ്റ് ഉണ്ട്, നിങ്ങൾക്ക് നിങ്ങൾ ഷോപ്പിൽ വെച്ചാൽ 40 രൂപ 50 രൂപ ഓരോ പ്രൊഡക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് കിട്ടും, 2 ആഴ്ച 3 ആഴ്ച നിങ്ങൾ വെച്ച് നോക്കൂ, പോയിട്ടില്ലെങ്കിൽ തിരിച്ച് ഞാൻ തന്നെ എടുത്തോളാം എന്ന രൂപത്തിൽ പറഞ്ഞ് ഫലിപ്പിക്കാൻ നമുക്ക് കഴിയുകയാണെങ്കിൽ യാത്രകൾ അവിടെ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ബാഗിൽ ഇത്തരത്തിലുള്ള ഒരു പോസ്റ്റർ ഉണ്ടാവുക എന്നുള്ളതാണ്. അപ്പോൾ ഇതാണ് ട്രാവലുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. മറ്റൊന്ന് വൈ ആണ്. ലൈഫ് സ്റ്റൈലിലെ നെക്സ്റ്റ് ലെറ്റർ ആണ് വൈ. ഇയർ പ്ലാൻ ഉണ്ടാവുക എന്നുള്ളതാണ്. വൈ കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഇയർ പ്ലാൻ. നമ്മളിപ്പോ ബെല്ലി സാറിന്റെ ഒരു ക്ലാസ് ജനുവരി 3 ക്ലാസ് കേട്ടിരിക്കുന്ന ആളുകളാണ് ഒരു ഭൂരിഭാഗം ആളുകളും, എന്നെ കേൾക്കുന്ന ഭൂരിഭാഗം ആളുകളും.
ഈ ഒരു പുതിയ വർഷത്തിൽ ഇയർ പ്ലാൻ ഉണ്ടാക്കാൻ പറ്റുന്ന ഏറ്റവും നല്ല സന്ദർഭമാണിത്. ഒരു ഇയർ പ്ലാൻ, ആ ഇയർ പ്ലാനിന്റെ സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഉണ്ടാക്കുകയാണ് ഏറ്റവും ബെറ്റർ. ഈ ഒരു വർഷം കഴിയുമ്പോൾ ഞാൻ എന്താകും എന്നുള്ളതും ഓരോ മാസത്തിന്റെയും പ്ലാനിങ്ങുകളും നമ്മുടെ കയ്യിൽ വേണം. ഇയർ പ്ലാൻ അത് ഡിവൈഡ് ചെയ്ത് മന്ത്ലി പ്ലാൻ ആക്കിയിട്ട് മുന്നോട്ട് പോകണം. ഈ ജനുവരി കഴിയുമ്പോഴേക്ക് ഇനി എന്റെ മുന്നിൽ 23-24 ദിവസങ്ങളാണുള്ളത്. ഈ 24 ദിവസങ്ങളെ കൊണ്ട് ഞാൻ എന്ത് ചെയ്യും, ഇവിടെ എത്തണം എന്നുള്ള കൃത്യമായൊരു പ്ലാനിങ് നമ്മുടെ മുമ്പിൽ ഉണ്ടായിരിക്കണം. ഒരു 6 മാസം കഴിഞ്ഞ് ഞാൻ ഏത് സ്റ്റേജിലെത്തും, എന്റെ ബിസിനസ് വോളിയം എവിടെ എത്തിയിരിക്കും, എന്റെ കീഴെ ഇത്ര ആളുകൾ ഉണ്ടാകും എന്നുള്ള കൃത്യമായ ഒരു പ്ലാനിങ് നമ്മുടെ മുമ്പിൽ ഉണ്ടെങ്കിൽ ആ ഒരു പ്ലാനിങ് നമ്മുടെ അപ്ലൈയിൽ മുമ്പിലുള്ള അപ്ലൈ ലീഡറോട് ചർച്ച ചെയ്യുകയും വേണം. അപ്പോഴാണ് നമുക്ക് ഈ ഒരു ആശയം അവർക്ക് കിട്ടുകയും അവരുടെ പിന്തുണ കൂടി നമുക്ക് ലഭിക്കാനും കഴിയാം. ആ ഒരു ചർച്ചയിലൂടെ മുന്നോട്ട് പോകണം. അത് നേരത്തെ പറഞ്ഞ പോലെ ആ ഒരു ഇന്റിമസി ഉണ്ടെങ്കിൽ, ആ ഒരു ആത്മബന്ധം ഉണ്ടെങ്കിൽ സ്വാഭാവികമായിട്ട് നമുക്കൊരു ആശയം കിട്ടുമ്പോൾ നമ്മളത് ലീഡറോട് പങ്കുവെക്കും. അപ്പൊ അതിലുള്ള പോസിറ്റീവുകളും നെഗറ്റീവുകളും പറഞ്ഞു തരും. കൂട്ടമായിരുന്ന് ഒരുമിച്ച് മുന്നോട്ട് പോകാനും പറ്റും. അപ്പൊ ഇയർ പ്ലാൻ ഉണ്ടാക്കുക, ആ ഇയർ പ്ലാൻ എത്ര ഡിവൈഡ് ചെയ്ത് മന്ത്ലി പ്ലാനുകളാക്കിയിട്ട് മാറ്റിയിട്ട് മുന്നോട്ട് പോകുക. അത് നമ്മുടെ ഐഡന്റിറ്റി രൂപപ്പെടുത്തുന്നതിൽ വലിയൊരു സ്വാധീനം ചെലുത്തും. നെക്സ്റ്റ് ലെറ്റർ ആണ് എൽ. ടൈം ഏകദേശം ആയിട്ടുണ്ട്, അപ്പോൾ അവസാനിപ്പിക്കുകയാണ്. എല് ലിസണിങ് ആണ്. നേരത്തെ നമ്മൾ ഫസ്റ്റ് എല് പറഞ്ഞത് ലേണിംഗ് ആയിരുന്നു, ഇവിടെ പറയുന്നത് ലിസണിങ് ആണ്. കേൾക്കാനുള്ള മനസ്സുണ്ടാവുക എന്നുള്ളതാണ്. കേൾക്കാനുള്ള മനസ്സ് എന്ന് പറയുന്നത് കേൾവിക്കാരനാവുക എന്നുള്ളതാണ്. ഇപ്പൊ നമ്മളൊക്കെ കേൾവിക്കാരാണ്. കാരണം എന്താ, ഞാൻ ഒരാൾ മാത്രമാണ് സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്, നിങ്ങൾ മുഴുവനും കേട്ടുകൊണ്ടിരിക്കുകയാണ്, ആരും ഡിസ്റ്റർബ് ചെയ്യുന്നില്ല. അതൊരു ചിട്ടയാണ്. മറ്റൊരാളെ കേൾക്കാനുള്ള ക്ഷമ ഉണ്ടാവുക, ആ ഒരു സ്വഭാവം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക എന്നുള്ളത് ഒരു മനുഷ്യന്റെ വിജയിക്കാൻ ആവശ്യമായ ഏറ്റവും വലിയ പ്ലസ് പോയിന്റ് ആണത്. നമ്മൾ ഓരോ മീറ്റിങ്ങുകൾ പങ്കെടുക്കുമ്പോൾ ലീഡർമാർ പറയുന്നത് മുഴുവൻ കേട്ടിരിക്കുകയാണ്. അതിനുശേഷമാണ് സംശയങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അങ്ങോട്ട് ചോദിക്കുക. ഇടയിൽ കയറി അയാളുടെ സംസാരത്തെ വിച്ഛേദിച്ചുകൊണ്ട് ഇടയിൽ കയറി സംസാരിക്കുന്നില്ല. അയാളുടെ സംസാരം കഴിഞ്ഞതിന് ശേഷം അങ്ങനെയല്ലേ സാർ, ഇങ്ങനെയല്ലേ, സംശയമുണ്ടെങ്കിൽ ചോദിക്കാം. അതല്ലെങ്കിൽ നമുക്ക് പൂർത്തിയാവാത്ത കാര്യങ്ങൾ, മനസ്സിലാവാത്ത കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അവസാന സമയത്ത് നമ്മളത് എന്താ പറയാ, സംശയങ്ങൾ തീർക്കാറുണ്ട്. അപ്പോൾ ലിസണിങ്, ഒരു ലിസണർ ആവുക എന്നുള്ളത്, കേൾവിക്കാരനാവുക എന്നുള്ളത് നമ്മളെ സംബന്ധിച്ച്, ബിസിനസിനെ സംബന്ധിച്ച് വളരെ അത്യാവശ്യമായ കാര്യമാണ്. പ്രത്യേകിച്ച് ഒരു ആളുകൾ അടുത്തേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ ഒരു പക്ഷെ എല്ലാവരും സംസാരപ്രിയരായിരിക്കണം എന്നില്ല, ചിലപ്പോൾ സംസാരപ്രിയരല്ലാത്ത ആളുകൾ ഉണ്ടാവും. എന്നാലോ ചില ആളുകൾ വളരെ സംസാരിക്കുന്ന ആളുകളായിരിക്കും. ഇപ്പൊ നിലവിൽ ഞാൻ നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറയാൻ പറ്റില്ല, ഈ പറഞ്ഞ പോലെ ഒരു ലിസണിങ്. ഒരു ഉദാഹരണം പറയാണ്. വയനാട്ടിലുള്ള ഒരു സഹോദരൻ മറ്റൊരു സഹോദരൻ മുഖേന അദ്ദേഹം എൻ്റെ അടുത്ത് മേൻ ശക്തിമാനുമായി ബന്ധപ്പെട്ട ഒരു പ്രൊഡക്റ്റ് വേണമെന്ന് പറഞ്ഞ് കോൺടാക്ട് ചെയ്ത് പ്രൊഡക്റ്റ് വാങ്ങിയിട്ടില്ല. പക്ഷെ അദ്ദേഹം 2 ദിവസം 3 ദിവസം കൂടുമ്പോൾ നിരന്തരം വിളിക്കും. അദ്ദേഹം വിളിക്കാനുള്ള കാരണം, അദ്ദേഹത്തിന് ഫ്രണ്ട്സ് സർക്കിൾ വളരെ കുറവാണ്. 35-40 വയസ്സുണ്ട്, ഒരു ഷോപ്പ് നടത്തുന്ന വ്യക്തിയാണ്. പക്ഷെ അദ്ദേഹം ഫോൺ വിളിച്ചാല് അരമണിക്കൂർ 3/4 മണിക്കൂറൊക്കെ സംസാരിച്ചുകൊണ്ടിരുന്ന അദ്ദേഹവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. ബിസിനസ് അങ്ങോട്ട് പറയാൻ നമുക്ക് കഴിയില്ല. കാരണം അദ്ദേഹത്തിന് തന്നെ കുറെ പറയാനുണ്ട്. ആരോടും പറയാനില്ലാത്തത് കൊണ്ട് ഒരാളെ കിട്ടിയപ്പോൾ അദ്ദേഹം പറഞ്ഞുകൊണ്ടിരിക്കുക. അപ്പൊ ഞാൻ ചെയ്യുന്നത് 3/4 മണിക്കൂർ മൂപ്പർക്ക് വേണ്ടി ഓരോ ദിവസം അല്ലെങ്കിൽ 2 ദിവസം കഴിയുമ്പോൾ മൂപ്പർക്ക് ഡെഡിക്കേറ്റ് ചെയ്ത് കൊടുത്തു. അത് കേട്ട് ശരി ഇട്ട് കൊടുക്കും. ഓരോന്ന് പറയുമ്പോൾ അങ്ങനെയുണ്ടല്ലേ, ശരിയാണ്, ഓക്കെ. അതിന് അവസാനം വെക്കുന്ന സമയത്തേക്ക് നിങ്ങൾ പ്രൊഡക്റ്റിന്റെ കാര്യം മറക്കല്ലേ കേട്ടോ. എന്താ ഈ സഹോദരന്റെ കാര്യം, ഒരു അദ്ദേഹത്തിനല്ല, ഒരു സുഹൃത്തിന് വേണ്ടി അദ്ദേഹം കോൺടാക്ട് ചെയ്തത്. അദ്ദേഹത്തിന്റെ നില എന്താണെന്നുള്ളത് ചോദിച്ച് അവസാനം മാത്രമേ എന്ത് പറയാൻ പറ്റുള്ളൂ, ബിസിനസ്സിനെ കുറിച്ച് പറയാൻ പറ്റുള്ളൂ. അപ്പോ അവിടെ നമുക്ക് ലിസണർ ആയാലേ ആ ഒരു കസ്റ്റമറെ നമുക്ക് കിട്ടുള്ളൂ. ഒരു പക്ഷേ നിരന്തരം അദ്ദേഹത്തെ കേൾക്കാനുള്ളൊരു മനസ്സ് എനിക്കുണ്ടെങ്കിൽ ഒരു പക്ഷേ നാളെ എൻ്റെ ഒരു ലീഡറായിട്ട്, താഴെയുള്ള ഒരു ലീഡറായിട്ട് അദ്ദേഹത്തെ കൊണ്ടുവരാൻ എനിക്ക് പറ്റിയേക്കാം. അപ്പൊ അവിടെ ലിസണർ ആവുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ച്. അദ്ദേഹം ഒരുപാട് സംസാരിക്കുന്ന ആളാണ്, എന്റെ സമയം കവർന്നെടുക്കുന്ന ആളാണ് എന്ന് കരുതി അദ്ദേഹത്തെ ഒഴിവാക്കി വിട്ടാൽ ഒരു ബിസിനസ് അവസരമാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. ഒരു പുതിയ ഷോപ്പിനെയാണ് ഞാൻ നഷ്ടപ്പെടുത്തുന്നത്. നമ്മൾ ഓരോ ആളുകളെ കൊണ്ടുവരുമ്പോഴും പുതിയ ഓരോ ഷോപ്പ് തുടങ്ങുകയാണ്. എനിക്കൊരു ഷോപ്പ് ഉണ്ടെങ്കിൽ ഉമർ സാർ, സാധാരണ എന്റെ ലീഡറായ ഉമർ സാർ പറയാറുള്ളത്, ഓരോ ആളുകളും എന്റെ ഓരോ ലുലു ഷോപ്പുകളാണ്, ഓരോ ലുലു മാളുകളാണ് ഓരോ ആളുകളും എന്നാണ് അദ്ദേഹം പറയാറുള്ളത്. അതായത് എനിക്കൊരു ലുലു മാൾ ഉണ്ട്, അതിൽ നിന്ന് ലാഭം എനിക്ക് കിട്ടുന്നുണ്ട്. മറ്റൊരു ഭാഗത്ത് മറ്റൊരു ലുലു മാൾ അദ്ദേഹത്തെ കൊണ്ടുവരാൻ, അവിടുന്ന് ലാഭം കിട്ടും. അപ്പൊ എത്രത്തോളം ലുലു മാൾ ഉണ്ടാക്കാൻ പറ്റുമോ അത്രത്തോളം നമുക്ക് യൂസുഫ് അലിയെ പോലെ വരാൻ പറ്റും എന്നാണ് അതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. അപ്പോൾ ലിസണിങ് ആണ് എല്ലുമായി ബന്ധപ്പെട്ട് പറഞ്ഞത്. ഏറ്റവും അവസാനത്തെ ലെറ്റർ ആണ് ഇ എന്നുള്ളത്. എൻകറേജ് ആണ് അവസാനത്തെ ലെറ്ററായ ഇയുമായി ബന്ധപ്പെട്ട് പറയാനുള്ളത്. എൻകറേജ് എന്ന് പറഞ്ഞാൽ ധൈര്യം പകരുക, ശക്തിപ്പെടുത്തുക എന്നൊക്കെയാണ് വാക്കിന്റെ അർത്ഥം.
നമുക്ക് സ്വയവും അതുപോലെ നമ്മുടെ കൂടെ വരുന്ന ആളുകൾക്കും ശക്തി കൊടുക്കാൻ, എൻകറേജ് ചെയ്യാനുള്ള ഒരു കഴിവ് നമുക്ക് ഉണ്ടായിരിക്കണം. എൻകറേജ് ചെയ്യാം, നമ്മൾ സ്വയം നമ്മളെ ശക്തിപ്പെടുത്താം. നമ്മളൊന്ന് പിറകോട്ട് പോകുമ്പോൾ നമ്മൾ തന്നെ നമുക്ക് വേണ്ട മുന്നോട്ട് പോകാനുള്ള ഊർജ്ജം ഉണ്ടാക്കിയെടുക്കുക, എൻകറേജ് ചെയ്യണം. അതുപോലെ നമ്മുടെ താഴെ വരുന്ന ആളുകളെ എൻകറേജ് ചെയ്യിപ്പിക്കാനുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നുണ്ടാവണം. നമുക്ക് ചെയ്യേണ്ടത് ഇത്രേ ഉള്ളൂ, എൻകറേജ് ചെയ്യാൻ താഴെ വരുന്ന ആളുകളെ ഓരോ മീറ്റിങ്ങുകളിലേക്ക് എത്തിച്ചാൽ മതി. പ്രത്യേകിച്ചൊന്നും ചെയ്യാനില്ല. മീറ്റിംഗ്, ഇന്ന ദിവസം മീറ്റിംഗ് നടക്കുന്നുണ്ട്, മീറ്റിങ്ങിനെ കുറിച്ച് വിവരം പറഞ്ഞു കൊടുക്കുക. വരാം വരാതിരിക്കാം, പക്ഷെ നമ്മൾ ചെയ്യാനുള്ളത് ചെയ്യാം. എൻകറേജ്, ധൈര്യം പകർന്നു കൊടുക്കുക. ഞാൻ ഈ ഒരു അവസരത്തിലൂടെയാണ് മുന്നോട്ട് പോയത്, പ്രതിസന്ധികളിലൂടെയാണ് മുന്നോട്ട് പോയത്, ഇതൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ് എന്ന രൂപത്തിൽ നമ്മുടെ അവസ്ഥ കൂടി അവരോട് പറഞ്ഞ്, അങ്ങനെ ചെയ്താൽ ഇങ്ങനെ നമുക്ക് റിസൾട്ട് കിട്ടും, അവസാനം കിട്ടുന്ന റിസൾട്ടിനെ ഹൈലൈറ്റ് ചെയ്തുകൊണ്ട് നമ്മുടെ മുമ്പിൽ ഒരുപാട് ഉദാഹരണങ്ങളുണ്ട്. നമ്മൾ ലീഡർമാരൊക്കെ ഒരുപാട് പ്രതിസന്ധികളിലൂടെ കടന്നുപോയി അവസാനം ഇപ്പൊ വിജയം നേടിയ ആൾക്കാരാണ്. അപ്പൊ അവരുടെ ഉദാഹരണങ്ങളൊക്കെ പകർന്നു കൊടുത്തുകൊണ്ട്, ധൈര്യം കൊടുത്തുകൊണ്ട് ചേർത്ത് പിടിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ, ഒരു സിമ്പതി അല്ല മറിച്ച് എമ്പതിയോടുകൂടി, നേരത്തെ പറഞ്ഞ പോലെ അവരെ ഉൾക്കൊണ്ട്, അവരുടെ പ്രശ്നങ്ങൾ നമ്മുടേതായി കണ്ട് അവരെ ഉൾക്കൊള്ളാൻ പറ്റിയാൽ നമുക്ക് നല്ല ഉയർച്ചയിലെത്താൻ പറ്റും. അപ്പോൾ ഒന്നുകൂടി ഈ ഒരു ലെക്ചർ, ഓരോ ലെക്ചറിന്റെ എക്സ്പാൻഷൻ ഒന്നുകൂടി ആവർത്തിക്കേണ്ട സമയമില്ലാത്തത് കൊണ്ട്, MI ലൈഫ് സ്റ്റൈലിന്റെ ഓരോ ലെക്ചറിന്റെ എക്സ്പാൻഷൻ ആണ് പറഞ്ഞത്. MI എന്ന് പറഞ്ഞ മൗൾഡിങ് ഐഡന്റിറ്റി, ഐഡന്റിറ്റി രൂപപ്പെടുത്തുക, സ്വത്വബോധം ഉണ്ടാക്കിയെടുക്കുക. ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ നമ്മുടെ ബിസിനസ് ആണ്, MI ലൈഫ് സ്റ്റൈൽ ആണ്, ഞാനാണ്. അതുപോലെ ലൈഫ് സ്റ്റൈൽ ഓരോ ലെക്ചർ, L ലേണിംഗ്, I ഇന്റിമസി ആത്മബന്ധം, F ഫോർ ഫോർഗീവ്നെസ് ക്ഷമ, E ഫോർ എമ്പതി സഹാനുഭൂതി, S ഫോർ സ്മാർട്ട് വർക്ക്, T ഫോർ ട്രാവൽ യാത്ര, Y ഫോർ ഇയർ പ്ലാൻ, L ഫോർ ലിസണിങ്, E ഫോർ എൻകറേജ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞത്.